ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റുപറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. എത്ര പേര് വചനമാകുന്ന മരുന്ന് ഭക്ഷിച്ചു? എനിക്ക് തോന്നുന്നു ആളുകൾ അത് മറന്നു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് മറന്നു വരുന്നുണ്ട്. കുഴപ്പമില്ല. മറക്കുന്നവർക്ക് ഒരിക്കലും കാണാൻ കഴിയത്തില്ല, ഓർക്കുന്നവർക്കേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി മുതൽ നമ്മൾ വചനമാകുന്ന മരുന്ന് പറയുന്നില്ല. പലരും സാക്ഷ്യം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വായുന്ന അബദ്ധത്തിൽ മരുന്നെന്ന് മാത്രമേ വരുന്നുള്ളൂ. അത് ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കും ഏതെങ്കിലും ഒരു മരുന്ന് ഭക്ഷിച്ചുകൊണ്ടായിരിക്കും ആ രോഗസൗഖ്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രോഗസൗഖ്യങ്ങളൊക്കെ ഇട്ട് കേൾക്കുമ്പോൾ അതുകൊണ്ട് ഈ വചനം എന്ന് പറഞ്ഞാൽ മതി. എല്ലാ ദിവസവും വചനം ഏറ്റു പറഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അത് മതി. അതപ്പോൾ ചിലപ്പോൾ മരുന്നൊരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു ചിന്ത തന്നെയായിരുന്നു. ഓർക്കുന്നുണ്ടോ? അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുവാൻ. അകത്ത മനുഷ്യനെ ബലപ്പെടുക. ഞാൻ നമ്മോട് പലപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ദൈവസന്നിധിയിൽ പരിഹാരമുണ്ട്. എത്ര ഭയങ്കര വിഷയമാണെങ്കിലും ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. അപ്പം ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എങ്ങനെയൊക്കെയാ പലപ്പോഴും നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതോടെ ഞാൻ പറയുന്നു, വിശ്വസിക്കുന്നതോട് പറയുന്നു, നിങ്ങളുടെ സ്ഥിതികൾ മാറും. എൻ്റെ കൂടെ ആമേൻ പറഞ്ഞേ. നമ്മുടെ സ്ഥിതികൾ മാറും. നമുക്ക് പലപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ ഒരു സംഘർഷം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരു യുദ്ധം എന്ന് വേണേൽ പറയാൻ പറ്റും. ഈ യുദ്ധം എന്ന് പറയുന്നത് തന്നെ മറ്റൊന്നുമല്ല, നമ്മുടെ അകത്ത മനുഷ്യനും പുറമേയുള്ള മനുഷ്യനും. ഈ ലോകത്തിൽ നമ്മൾ റേഷൻ കടയിൽ പോവുകയും സൂപ്പർ മാർക്കറ്റിൽ പോവുകയും ചായ കുടിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു മനസ്സും ശരീരവും നമുക്കുണ്ട്. രാവിലെ എണീക്കുന്നു, രാവിലെ നമ്മൾ ഫ്രഷ് ആകുന്നു, നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, ടെൻഷൻ അടിക്കാതിരിക്കുന്നു, സന്തോഷിക്കുന്നു, ചിരിക്കുന്നു, കരയുന്നു. ഈ ഇമോഷൻസ് എല്ലാം നടക്കുന്ന ഒരു മനസ്സും ഒരു ശരീരവും നമുക്കുണ്ട്. ഈ മനസ്സും ഈ ശരീരത്തിനും ചേരാത്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാത്മ മനുഷ്യനുണ്ട്, സ്പിരിച്വൽ മാൻ. ഞാൻ ഇന്നാൾ പറഞ്ഞു, മരിക്കുമ്പോൾ പലരും പറയുന്ന വാക്കാണ് അയാൾ നമ്മളെ വിട്ടുപോയി, പക്ഷെ ശരീരം അവിടെ കിടപ്പുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആത്മാവ് വിട്ടുപോയി. ഈ ആത്മാവിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. നമ്മൾ എല്ലാ ദിവസവും അതിൻ്റെ മാനിഫെസ്റ്റേഷനൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ആത്മ മനുഷ്യനോടാണ് പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് പലതും സൃഷ്ടിക്കപ്പെടുവാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള ഒരാത്മാവ്, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ശക്തിയുള്ള ആത്മാവാണ്. എന്നാൽ പലപ്പോഴും ബൈബിളിൽ കാണാൻ പറ്റും ഈ ആത്മ മനുഷ്യനെ ബലപ്പെടണം. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മ മനുഷ്യൻ ബലപ്പെടുകയാണ്. ആമേൻ. ആത്മ മനുഷ്യൻ ബലപ്പെടുത്തിയാലുള്ള ഗുണങ്ങളെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ ഞാൻ വലിയ കടഭാരത്തിൻ്റെ അകത്താണ് ഈ പ്രാർത്ഥന കേൾക്കുന്നത്. അല്ലെങ്കിൽ ചിലർ പറഞ്ഞേക്കാം, എൻ്റെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ ഈ വചനം കേൾക്കുന്നത്, അല്ലെങ്കിൽ രോഗാവസ്ഥയിലാണ് ഞാൻ ഈ വചനം കേൾക്കുന്നത്.
നമുക്ക് ഒത്തിരി സാഹചര്യങ്ങൾക്കകത്താണ് നമ്മൾ ഈ വചനങ്ങളൊക്കെ കേൾക്കുന്നത്, അല്ലേ? നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചോണം, നമ്മുടെ സകല സാഹചര്യങ്ങളെയും തകർക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി നമ്മളിലുണ്ട്. ഞാൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ഒരു വിശ്വാസി പോകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഒരു വിശ്വാസി നടക്കുന്നത് എന്തിൻ്റെ ഒരു ഇന്ധനം ഞാൻ പറഞ്ഞു, എന്താ ഓർക്കുന്നുണ്ടോ? വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, വചനത്തിന്റെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ ശക്തിയിൽ. നമ്മളെപ്പോഴും ഓർത്തോണം, നമ്മൾ നിൽക്കുന്ന ഒരു ബേസ്, നിങ്ങളെപ്പോഴും ഓർത്തോണം, ഞാൻ നിൽക്കുന്നത് ദൈവശക്തിയാലാണ്. ഒരു സംശയം വെക്കരുത്, ഞാൻ നിൽക്കുന്നത് ദൈവശക്തിയാലാണ്. എന്നെ ദൈവം നിർത്തുന്നത് ശക്തിയാലാണ്. ദൈവം നിർത്തുന്നത് ബുദ്ധിയാലല്ല, ശക്തിയാലാണ്. നമ്മൾ പലപ്പോഴും ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഒന്നും നടക്കത്തില്ല. ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഒരു കാര്യം പോലും നമ്മുടെ ലൈഫിൽ സംഭവിക്കത്തില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ശക്തിയാലാണ് ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ശക്തിയാലാണ് ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ബുദ്ധിയാലല്ല, ശക്തിയാലാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് വചനത്തിലൂടെ നമുക്ക് കേൾക്കാം. നമ്മൾ ഇന്നലെ വന്ന വചനത്തിന്റെ തുടർമാനമായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇവിടെ പറയുകയാണ്, എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ഇന്നലെ കേട്ടു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തമോടല്ല, വാഴ്ചകളെയും അധികാരങ്ങളോടുമാണ്, ദുഷ്ടാത്മസേനകളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു. ഇനി 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോണം. 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ദുർദിവസത്തിന് എതിർത്ത് നിൽപ്പാൻ സകലതും സമാപിച്ച് കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. എന്റെ കൂടെ പറഞ്ഞാട്ടെ, എടുത്തുകൊള്ളുവിൻ. പറ. എത്ര പേര് മഴക്കാറ് കാണുമ്പോൾ കുട എടുക്കുന്നവരുണ്ട്? മഴക്കാറ് കാണുമ്പോൾ കുട എടുക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. അപ്പം മഴ വരുന്നു എന്ന് നമുക്ക് തോന്നിയാൽ, മഴ വരുമ്പോഴല്ല നാം കുടയെടുക്കുന്നത്, മഴക്കാറ് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? കുടയെടുക്കും. ഇവിടെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ശ്രദ്ധിച്ചോണം. വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചു. ഇതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു സർവായുധ വർഗത്തെ പറ്റി. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് 16-ാമത്തെ വാക്യം മാത്രം പറഞ്ഞിട്ടുള്ളതെങ്കിലും ഈ ദിവസങ്ങളിൽ ഈ അകത്ത മനുഷ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇവിടെ പറയുകയാണ്, കാലിന് ചെരുപ്പ്, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീ അമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. 17 പറയുന്നു, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും എടുത്തുകൊള്ളുവിൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, എടുത്തുകൊള്ളുവിൻ എന്നൊരു വാക്കിൽ നിന്നാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്, അല്ലേ? വിശ്വാസം എന്ന പരിച എടുത്തുകൊള്ളുവിൻ, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളുവിൻ. തുടക്കത്തിൽ കേട്ടു, ഈ സർവായുധ വർഗം എടുക്കണം. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ ജീവിതം എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി തീരണം എന്ന ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. ശ്രദ്ധിച്ചോണം, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളെ തന്നെ ഒന്ന് ഒരുക്കണം. എങ്ങനെ ഒരുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ദൈവമാണ്. നമ്മുടെ ഏറ്റവും വലിയ സാധ്യത. നമ്മൾ പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആക്റ്റീവ് ആകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, ആ പ്രശ്നം പരിഹരിക്കാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കും, കൂടുതൽ ആളുകൾ കരയും, കൂടുതൽ ദൈവസന്നിധിയിൽ നിലവിളിക്കും, കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, വല്ലാത്ത ഒരു എന്താ പറയുന്ന ഒരു ആത്മീയതയിലേക്ക് കൂടുതൽ ചായാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഇന്ന് മുതൽ തീരുമാനമെടുത്ത്, എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ ഒരു ചേഞ്ച് വരുത്തണം, ലൈഫ് സ്റ്റൈലിൻ്റെ അകത്തൊരു ചേഞ്ച് വരുത്തണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം എടുക്കണം. മഴ വരുന്നതിന് മുമ്പ് കുട എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ തന്നെ ദുഷ്ടന്റെ തീ അമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ.
രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. കൈക്കൊള്ളുവിൻ. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അന്യഭാഷയാണ്. അതിൽ ജാഗരിച്ചു കൊള്ളണം. ഈ ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമാകുന്ന രീതിയിൽ, നമുക്കറിയാം ജാഗരിക്കുക എന്നുള്ള വാക്ക് കൂടുതലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു വാക്കല്ല. പ്രത്യേകിച്ച് അതിർത്തി കാക്കുന്ന പട്ടാളക്കാർക്കാണ് ജാഗരിക്കുന്നത്. വളരെ കെയർഫുള്ളായിട്ട്, വളരെ ശ്രദ്ധിച്ച്, അങ്ങനെ ഒരു വാക്കാണ് ഈ ജാഗരിക്കുക എന്ന വാക്കിനെ കൊടുത്തിരിക്കുന്ന ഒരു മീനിങ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ വിശ്വാസം എന്ന പരിച. വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് എന്തുവാ? വിശ്വാസത്തിന്റെ എതിരെന്തുവാ? വിശ്വാസം. അവിശ്വാസം. അവിശ്വാസം. വിശ്വാസത്തിന്റെ എതിരെന്ന് പറഞ്ഞാൽ അവിശ്വാസമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കാൻ പറയാൻ കാരണം, അവിശ്വാസം എന്ന തീയമ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അവിശ്വാസം, അൺബിലീഫ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ അവിശ്വാസത്തെ കൊണ്ടുവന്നിട്ടാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം ഈ എന്തുകൊണ്ടാണ് ബൈബിളിൽ ഇങ്ങനെ ഈ സർവായുധ വർഗം കൊണ്ട് കാണിക്കുമ്പോൾ അരയ്ക്ക് ചെരുപ്പും കാലിന് അങ്ങനെയൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, റോമൻ പടയാളികളുടെ ഒരു സൈൻ പോലെയാണ് പൗലോസ് ലീഗ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നുമില്ല. അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചും അതൊന്നും ഇപ്പം ഇല്ല. ഇന്നത്തെ കാലത്ത് ഒരു പട്ടാളക്കാരും എന്ത് ചെയ്യാറില്ല, നീതി കവചങ്ങൾ ധരിക്കുകയോ വാളുകൊണ്ട് യുദ്ധം ചെയ്യാൻ പോകുന്നുമില്ല. അപ്പം അന്നത്തെ കാലഘട്ടം വെച്ച് പറയുവാണ് പൗലോസ് ലീഗ, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. അതിൻ്റെ അർത്ഥം ഒരു യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്നത് പോലെയാണ് ഒരു വിശ്വാസി. ഇവിടെ ഒരു മനുഷ്യനെ, ഒരു സാധാരണക്കാരനായ കൃഷിക്കാരനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു യുദ്ധത്തിന് ഇറങ്ങി നിൽക്കുന്ന ഒരു പടയാളിക്ക് സമമായിട്ടാണ് ഒരു വിശ്വാസിയെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ജാഗരിക്കുക എന്നുള്ള പദങ്ങൾ അവിടെ വരാൻ കാരണം. വളരെ ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ചോണം, എൻ്റെ ദൈവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു എന്നെ അനുഗ്രഹിക്കുമെന്നും. നമുക്ക് കർത്താവ് നമ്മുടെ സ്ഥിതികളെ ഒക്കെ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ ഇത് കാണും, ഇത് ഞാൻ കാണുമെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരിക്കലും കാണത്തില്ല എന്നുള്ള സാഹചര്യങ്ങളും ചിന്തകളും അന്തരീക്ഷങ്ങളും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് സൃഷ്ടിക്കും. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവിശ്വാസത്തിൻ്റെ അന്തരീക്ഷം. ഇതാണ് ഒരു തീയമ്പ്, അവിശ്വാസത്തിൻ്റെ അന്തരീക്ഷം. ഈ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കണം. വിശ്വാസം എന്ന പരിചയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യുദ്ധമൊക്കെ ടി വിയിലൊക്കെ കണ്ടുകൊണ്ടേ കാണാൻ പറ്റും. യുദ്ധത്തിന് നിൽക്കുന്ന പടയാളി സ്റ്റാച്ചു പോലെ നിൽക്കുവല്ല, അവൻ ഒരുങ്ങി നിൽക്കുക. എന്തിനാ ഒരുങ്ങി നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പോട്ട് കുതിച്ചു പായുവാനാണ് ഈ പടയാളി നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളൊരു കാര്യം ചിന്തിച്ചോണം, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വചനം പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടം നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. മനസ്സിലാകുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ തീരുമാനിച്ചോണം, ഏതെങ്കിലും വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആ വിഷയത്തെ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നോണം. ഈ വിഷയം ദൈവം തരുന്നതാണോ അതോ ലോകം തരുന്നതാണോ? നിങ്ങളുടെ വിഷയങ്ങൾ രോഗം തരുന്നത് ദൈവമാണോ ലോകമാണോ? ലോകം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ കാണുന്ന ഈ ലോകത്തിൽ നിന്ന് സകലത ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളും ഞാനും ഇതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി നമ്മുടെ അകത്തിരിപ്പുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, എൻ്റെ കർത്താവേ, ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ഉടനെ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും? ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, നിങ്ങളുടെ പ്രശ്നത്തെ മറികടക്കുവാനുള്ള ശക്തി നിങ്ങളുടെ അകത്തുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ പ്രശ്നത്തെ ജയിക്കുവാനുള്ള ശക്തി എൻ്റെ അകത്തുണ്ടെന്ന് പറയാം. എന്റെ പ്രശ്നം ആമേ, നിങ്ങളുടെ ഉള്ളിലുണ്ട്.
ആ ഉള്ളിലുള്ളത് എങ്ങനെയാണ് പുറത്ത് കൊണ്ടുവരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോണം, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ, നമ്മൾ ഈ തുടർമാനമായിട്ട് ഈ ആഴ്ച മൊത്തം അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതുതായിട്ട് കയറുന്നവരുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇനി ഇവിടെ മുതലാണ് ഞാൻ പോകുന്നത്. ഇവൻ നമ്മുടെ ഉള്ളിലേക്ക്, ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ടൊരു അനുഗ്രഹത്തിന് വേണ്ടി ഉദാഹരണമാണ് പ്രാർത്ഥിക്കുക. സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടിയോ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ സാമ്പത്തിക അനുഗ്രഹം എന്നുള്ളത് എൻ്റെ അവകാശമാണ്. രോഗസൗഖ്യം എന്നുള്ളത് എൻ്റെ അവകാശമാണ്. എൻ്റെ രോഗം ദൈവം സൗഖ്യമാക്കുവോ ഇല്ലയോ? നിങ്ങൾ പറ, സൗഖ്യമാക്കുവോ ഇല്ലയോ? എന്നെ തെളിവ് എൻ്റെ രോഗം മാറും എന്നുള്ളതിന് തെളിവ് എന്തുവാ? വചനം പറയും. ഏത് വചനം? യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് എന്ത് ചെയ്യുന്നു? സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ കടഭാരം മാറും, എൻ്റെ ഞെരുക്കം മാറും, എനിക്ക് വിശാലത ഉണ്ടാകും, എനിക്ക് നന്മയുണ്ടാകും, എനിക്ക് അനുഗ്രഹം ഉണ്ടാകും. എന്നാ തെളിവ്? ദാരിദ്ര്യത്തിന്റെ ത്യാഗം യേശു കുരിശിൽ വെച്ചതിനാൽ യേശുവിൽ സമ്പന്നയാണ്. ആമേൻ. അടുത്ത വാക്യം. എന്റെ ദൈവം എന്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്നെ ധനത്തിൽ പൂർണ്ണമാക്കി തരും. നിങ്ങൾ ഭയങ്കര മിടുക്കര കേട്ടോ. നിങ്ങൾ വചനമെല്ലാം കാണാപ്പാടം പഠിച്ചല്ലേ? സ്തോത്രം. ആമേൻ. ആമേൻ. അപ്പൊ ഇത് ശ്രദ്ധിച്ചോണം. ഇതാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് വിശ്വാസം എന്ന പരിച. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ വചനമാകുന്ന വിശ്വാസം എന്ന പരിച ഇത് ഞാൻ ഉയർത്തിപ്പിടിക്കും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരുന്നത്? ഒന്ന് പറയാൻ പറ്റുമോ? ദുഷ്ടന്റെ തീയമ്പ് എന്തായിരിക്കും? എന്ത് കൊണ്ടുവരും? അവിശ്വാസം എന്ന് പറഞ്ഞാൽ മുന്നിൽ കൊണ്ടുവരും. നമ്മുടെ മുന്നിൽ സാധ്യതകളെ കൊണ്ടുവന്ന് വെക്കും. നടക്കില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ ചിന്തകൾ കൊണ്ടുവരും. നിങ്ങളുടെ മുമ്പിൽ, അതായത് നിങ്ങളിപ്പോൾ വിശ്വസിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ എൻ്റെ പേഴ്സും, ഞാൻ ഉദാഹരണമാട്ടെ, എൻ്റെ ATM ഒക്കെ വെച്ച് ഞാൻ എനിക്കുള്ള ഇതാ, വേറെ ഒന്നും എനിക്കിപ്പം വേറൊരാൾ കൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ ടോമസ് പേർ എനിക്ക് കൊണ്ടുവന്ന് 1 കോടി രൂപ തരണേ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുക, എന്താ പറയുക, അംബിക സഹോദരി എനിക്ക് കൊണ്ട് 1 കോടി രൂപ തരണേ, ഇങ്ങനെ പ്രാർത്ഥിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. പകരം എൻ്റെ മുമ്പിലുള്ള സോഴ്സ് എന്താണോ, ഞാൻ അതിനെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിന് അവകാശിയാണ്. മനസ്സിലാകുന്നുണ്ട്? ഞാൻ അതിന് അവകാശിയാണ്. ഞാനത് എൻ്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ തിരിച്ചൊരു തീയമ്പ് ഇങ്ങോട്ട് വരികയാണ്. എൻ്റെ അടഞ്ഞ വാതിലുകളെ എൻ്റെ മുമ്പിൽ കാണിക്കും. നോക്കിക്കേ, നിന്റെ വരുമാനം അടഞ്ഞു, നിന്റെ വഴി അടഞ്ഞു, നിന്റെ ആ വഴി അടഞ്ഞു. ഉണ്ടായിരുന്നൊരു വരുമാന മാർഗമായിരുന്നു, അതും അടഞ്ഞു. ആകെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയായിരുന്നു ആ ലോൺ, അതും അടഞ്ഞു. ആകെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയായിരുന്നു ആ ചിട്ടി. ആകെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയായിരുന്നു ഇന്നത്. ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ വിശ്വാസമുള്ള നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? അസാധ്യങ്ങളെ പറ്റി ചിന്തിക്കണം. ഞാൻ പറഞ്ഞു തരാം. സറാഫാത്തിൽ ഒരു വിധവയുണ്ട് പഴയ നിയമത്തിൽ. ദേശത്തിൽ മുഴുവൻ ക്ഷാമമാണ്. 3 വർഷമായിട്ട് ദേശത്തിൽ വെള്ളമില്ല, വറ്റി, മഴ പെയ്യുന്നില്ല, ദേശത്തിൽ കൃഷിയില്ല, ജനം പട്ടിണി കൊണ്ട് വലയുന്നു, പട്ടിണി കൊണ്ട് ജനം ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ സറാഫാത്തിൽ ഒരു വിധവയും മകനും തീരുമാനിച്ചു, ഉള്ള ഗോതമ്പെടുത്ത് ഒരു ദോശ ഉണ്ടാക്കി, ഒരു അപ്പം ഉണ്ടാക്കി, വിഷം കലക്കി മകനും കൊടുത്ത് മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ വിധവയുടെ ഭവനത്തിലേക്ക് പ്രവാചകൻ അവിടെ ചെല്ലുക. എലിയാവ് അവിടെ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു അപ്പം എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞു. പ്രവാചകനായതുകൊണ്ട് സഹോദരി വലിയ ചീത്തയൊന്നും പറയാൻ പോയില്ല, അനുസരിച്ചു. ശ്രദ്ധിച്ചോണം, അനുസരിച്ചു. കാര്യം മരിക്കാൻ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇമോഷൻ ദൈവം ഇല്ല, ദൈവത്തെപ്പറ്റി ഇങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ ഇവര് എന്ത് ചെയ്തു? പ്രവാചകൻ പറഞ്ഞത് അനുസരിച്ചു, അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ശ്രദ്ധിച്ചോണം, അവിടെ നിങ്ങൾ ഓർത്തോണം, ആ ദേശത്ത് ഇനി ഒരു നന്മയില്ല. 3 വർഷമായിട്ട് കൃഷി നടക്കുന്നില്ല, കുളത്തിലെ വെള്ളം പറ്റി, മഴ പെയ്യുന്നില്ല, ഒരു മനുഷ്യൻ്റെയിലും കാശില്ല, കാശ് ഉണ്ടെങ്കിൽ തന്നെ മേടിക്കാൻ വിത്തില്ല. വിത്ത് മീൻസ് അവിടെ ആഹാരത്തിന് ഗോതമ്പുമില്ല, അരി ഒന്നുമില്ല, ആകെ ഇച്ചിരി ഉള്ളൂ. ആ വീട്ടിൽ മാത്രമേ ഉള്ളൂ. അവരത് കഴിച്ച് മരിക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം എവിടെ നോക്കിയാലും അടഞ്ഞ വാതില, എവിടെ ചെന്നാലും അടഞ്ഞ വാതില. പക്ഷെ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഉണ്ടായിരുന്ന എണ്ണ എടുത്ത് എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ സഹോദരിയോടും മകനോടും പറഞ്ഞു, നിങ്ങൾ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് കാലിയായിട്ടുള്ള എല്ലാ പാത്രവും, കാലിയാണ് എല്ലാ വീട്ടിലും, സകല പാത്രങ്ങളും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു.
സകല പാത്രങ്ങളും മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ വചനം എടുക്കാൻ പറ്റുന്ന രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. പെട്ടെന്ന് ആ വാക്യം ഒന്ന് എടുക്കാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗത്തിൽ എടുത്ത്, ഞാൻ ഇന്ന് അത് പ്രിപ്പയർ അല്ല, പക്ഷെ ഇന്ന് അത് എടുക്കാൻ എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ കർത്താവ് തരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ആ വചനത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വചനത്തിൽ ആരുടെയൊക്കെയോ വീടിൻ്റെ അകത്തൊരു നിറവ് വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഓ യേശുവിൻ്റെ നാമത്തിൽ ഒരു നിറവ് വെളിപ്പെടാൻ വേണ്ടി പോവുക, നിറവ് വെളിപ്പെടാൻ വേണ്ടി പോവുക യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു റെഡ് കളറിലെ ഒരു ഫ്രിഡ്ജുള്ള വീട്. ആ ഫ്രിഡ്ജുള്ള വീടിന്റെ മുകളിൽ ഒരു തുണി കൊണ്ട് അത് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഒരു ചീട്ട് ഞാൻ കാണുക. എന്തോ ഒരു കുറിപ്പ് പോലെ ഒരു ചീട്ടാണ് ഞാൻ കാണുന്നത്. മടക്കി വെച്ചേക്കുന്ന ഒരു ചീട്ടാണ്. അങ്ങനെ ചീട്ടിരിക്കുന്ന ഒരു വീട്ടിൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. കർത്താവ് ഇങ്ങനെ പറയുന്നു, ശൂന്യമായതിനെ നിറയ്ക്കാൻ ദൈവം പോകുകയാണ്. ആ വീട്ടിലൂടെ കർത്താവ് പറഞ്ഞു, ശൂന്യമായതിനെ, അതാരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം, റെഡാണ്. പെട്ടെന്ന് നോക്കി അതിനുള്ളിൽ ഒരു പേപ്പർ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഓ യേശു, ഒരു പേപ്പർ മടക്കി വെച്ചിട്ടുണ്ട്. ആ മടക്കി വെച്ച പേപ്പർ തുറന്നു നോക്കിക്ക്, യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്നത് ഒരു ചീട്ട് പോലെയാണ്, ഒരു കുറിപ്പ്, ഒരു ചീട്ട് പോലെയാണ് കാണുന്നത്. ഒരു വൈറ്റ് പേപ്പറിൽ, പക്ഷെ അതിൻ്റെ അകത്ത് മാർജിൻ, വരകളൊന്നും ഇല്ലാത്തൊരു പേപ്പറാണ്. അത് മടക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നു. ഓ യേശുവേ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നു. ഇപ്പോൾ ആ നിമിഷം അതിൻ്റെ മുകളിൽ തന്നെ ഒരു കീ വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു വീടാണ് കാണുന്നത്. ഒരു കീ പോലെ എന്തോ ഇരിപ്പുണ്ട് അവിടെ. ഓ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ആ വചനം എടുത്ത ഒരു വേഗത്തിലെടുത്ത രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് ആ വാക്യം. രണ്ട് രാജാക്കന്മാർ 4:3-7. ഓക്കെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 4:3-7. അല്ല, 1 രാജാക്കന്മാർ കിട്ടി, വാക്യം കിട്ടി. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഓക്കെ, ഇവിടെ ഞാൻ ആ വാക്യം കണ്ടുപിടിച്ചു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ. ഓ യേശുവിന്റെ നാമത്തിൽ വലിയൊരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് കേട്ടോ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവ് ഇന്ന് ചില കുടുംബത്തിലോട്ട് ഇന്ന് ഇടപെടാൻ വേണ്ടി പോകുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഇടപെടുക. ഓ ഇന്ന് വലിയ നന്മയുടെ വാതിലിനെ ദൈവം തുറക്കാൻ പോവുക. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ. അജിത്ത് എന്ന് പറഞ്ഞ മകനുള്ള ആരിലും നമ്മുടെ പ്രാർത്ഥനയുണ്ട്. അജിത്ത് എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ, അജിത്ത് എന്ന് പറഞ്ഞ്, സൂമിലാണോ യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ എനിക്ക് അറിയത്തില്ല, അജിത്ത് എന്ന് പറഞ്ഞൊരു മകനെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. കർത്താവിന്റെ വലിയ കൃപ ഇന്ന് ആ മകന്റെ മേലേക്ക് തൊടുക. യേശുവിന്റെ നാമത്തിൽ ശൂന്യമായ അവസ്ഥകളെ മാറ്റിയിട്ട് ദൈവം ഉറപ്പിക്കാൻ പോവുക. ദൈവം ഉറപ്പിക്കാൻ വേണ്ടി പോവുക. ആമേൻ. ഇവിടെ ഓക്കെ, 2 വാക്യമുണ്ട്. ഒരു മിനിറ്റ്. ആ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈ വാക്യ ചുരുത്തിയിലെ മാവ ടോംസ്ബർഗ് കാണിച്ചു തന്നത് 2 രാജാക്കന്മാരിൽ ആ വാക്യമല്ല. അത് ഓക്കെ, 2 സെയിം വാക്യം. 2 രാജാക്കന്മാർ 4:1 ഉണ്ട് ആ വാക്യം. ഇവിടെ ഉണ്ട് ആ വാക്യം. ഓക്കെ, 2 വാക്യം ഇപ്പോൾ ടോംസ്ബർഗ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. ആദ്യം ഒരു ചെറിയ അടയുണ്ടാക്കി എനിക്ക് കൊണ്ടുവരിക. ഞാനിത് പറയുമ്പോൾ എങ്ങനെയാണ് ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായി വിശ്വാസത്തെ നമുക്ക് ഉയർത്തുവാൻ കഴിയുന്നത്. യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെയും കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിൽ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അവളും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. ആ വാക്യം എനിക്ക് തോന്നുന്നു ഇതിലല്ല ആ വാക്യം, എണ്ണയുടെ വാക്യം 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് എനിക്ക് തോന്നുന്നത്. വിധവന്റെ 1 രാജാക്കന്മാര് 17:12 ഓക്കെ, എനിക്ക് കിട്ടി, വാക്യം കിട്ടി. വിധവയുടെ എണ്ണ എലീശ വർദ്ധിപ്പിക്കുന്നത് 2 രാജ 4-ാം അധ്യായത്തില. ഓക്കെ, ടോംസ്ബർഗ് അയച്ചു തന്ന ആ വാക്യം തന്നെയാണ്. അപ്പൊ ഞാൻ 1 രാജാക്കന്മാരിൽ തപ്പിയത്. 1 രാജാക്കന്മാരിലാണ്, സോറി, 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ്, 4:1 പ്രവാചക ശിഷ്യന്മാർ. ഓക്കെ, ഇത് ഇവിടെ നോക്കി, ഇവിടെ മുതലാണ്.
ഏലീശ അവളോട്, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഒരു പറ വീട്ടിൽ, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനവൻ ചെന്ന് അയൽക്കാരോടൊക്കെയും വെളുമ്പറ വായ്പ വാങ്ങിക്കുക, പാത്രങ്ങൾ കുറവായിരിക്കുകയും പിന്നെ നീ നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച്, മൈക്ക് മ്യൂട്ട് ചെയ്യുക. ഇവിടെ പറയുകയാണ്, നീ നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രത്തിലൊക്കെയും പകർന്ന് നിറയ്ക്കുകയും നിറഞ്ഞതിൽ ഒരു ഭാഗം മാറ്റി വെക്കുകയും പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോട് കൂടെ അകത്ത് കടന്ന് വാതിലടച്ച് അവൻ അടുക്കലുള്ള പാത്രങ്ങളെ വെച്ചുകയും പകരുകയും ചെയ്തു. ശ്രദ്ധിച്ചോണം, പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. എണ്ണ നിന്നുപോയി. ശ്രദ്ധിച്ചോണം, പാത്രം ഇല്ല എന്ന് പറയുന്നത് വരെ എണ്ണ ഉണ്ടായിരുന്നു. പാത്രം ഇല്ല എന്ന് പറയുന്ന സമയത്ത് എണ്ണ എന്ത് ചെയ്തു? നിന്നുപോയി. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, നിങ്ങൾ പറഞ്ഞാലേ ഇനി നന്മ നിൽക്കത്തുള്ളൂ. അതേപോലെ ഒരു നന്മയുടെ ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആമേൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ദുഷ്ടന്റെ തീയമ്പുകൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞ വഴികളെ കാണിച്ച് ദൈവം ഇനി എന്താണ് ചെയ്യുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയണം, സറാഫാത്തിലെ വിധവയും ആ നാട്ടിൽ ഒരു സ്ഥലത്തും എണ്ണയില്ല, വെള്ളമില്ല, ആരുമില്ല, ആഹാരമില്ലാതെ പട്ടിണി കിടക്കുമ്പോഴും വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം, ഉള്ളതിനെ വർദ്ധിപ്പിക്കുവാൻ ശക്തിയുള്ള ദൈവം. മനസ്സിലായോ? വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിക്കുന്നവർ ആദ്യം ഓർക്കണം, നിങ്ങൾ കാണുന്ന വഴിയിനേക്കാൾ കാണാത്ത വഴികളെ തുറക്കുവാൻ ദൈവം ശക്തനാ. ആരെങ്കിലും ചിന്തിച്ചോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വീട്ടിൽ നിങ്ങളിപ്പോൾ ചിന്തിച്ചോ, നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ കാലത്ത് കുടവും വെള്ളമൊക്കെ നമ്മൾ എടുക്കുമായിരുന്നു അല്ലേ? കുടത്തിലൊക്കെ വെള്ളം കോരാൻ വേണ്ടി പോകുമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കി, അപ്പുറത്തെ വീട്ടിലെല്ലാം പോയിട്ട് ആ കൊച്ചിറക്കൻ പാത്രങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വരിക. സാധാരണ നമ്മൾ എണ്ണ വെക്കുന്ന ഒരു കുപ്പിക്കകത്ത് അല്ലേ, പ്ലാസ്റ്റിക് കുപ്പിക്കകത്തും പൊട്ടുന്ന കുപ്പിക്കകത്തും ഒക്കെ നമ്മൾ വെക്കും. ഇവിടെ ഈ പ്രവാചകൻ പറഞ്ഞിട്ട് എണ്ണ ഒഴിക്കാൻ തുടങ്ങിയ സമയത്ത് കുപ്പിയും നിറഞ്ഞു, പാത്രവും നിറഞ്ഞു. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, അവിടുത്തെ കഞ്ഞിക്കലവും അരിക്കലവും എല്ലാം നിറഞ്ഞ് എണ്ണ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഒന്ന് ഓർത്തോണം, ദേശത്തിൽ ഒരു സ്ഥലത്തും ആഹാരമില്ല, മുഴുവൻ ക്ഷാമത്തിലായിരിക്കുക, ജനം മൊത്തം വലയുക. പക്ഷേ അടഞ്ഞ വാതില എല്ലായിടത്തും. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, എത്ര വലിയ വാതിലുകൾ അടഞ്ഞാലും എനിക്ക് ഉറപ്പ്, അവൻ പുതുവഴി തുറക്കുന്നൊരു ദൈവമാണ്. മനസ്സിലായോ? എൻ്റെ ദൈവം പുതുവഴി തുറക്കുന്ന ദൈവമാ. എൻ്റെ ദൈവം പുതുവഴി തുറക്കുന്ന ദൈവമാ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം പുതുവഴി തുറക്കുന്ന ദൈവമാ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ എല്ലാ വഴിയും അടഞ്ഞെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസാധ്യങ്ങളെ പറ്റി ചിന്തിക്കണം. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ച കാക്കയെ പറ്റി കേട്ടിട്ടുണ്ട്? നിങ്ങൾ ഇനി മുതൽ എന്തെന്നറിയോ, നമ്മുടെ ചിന്തകൾ വിശ്വാസം എന്ന പരിചയം ഉയർത്തിപ്പിടിക്കേണ്ടത്, നമ്മുടെ ചിന്തകളെ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് ചിന്തിക്കണം. ഇപ്പം ബൈബിൾ നിങ്ങൾ എടുക്കണം. ബൈബിൾ എടുക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞ ഉദാഹരണമാണ്, ആകാശം തുറന്ന ദൈവം എന്ത് ചെയ്തു? അവർക്ക് ആഹാരം കൊടുത്തു. നോക്കത്തിൽ നടക്കാത്ത ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു അപ്പം ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ പോലും എന്ത് ചെയ്യണം? അവിടെ അതിന് വേണ്ടി പച്ചരി വേണം, അത് കലക്കണം, അത് ഉണ്ടാക്കാനാണ് ഗ്യാസും വിറവും എന്തൊക്കെയും വേണം. ഇതൊന്നുമില്ലാതെ ദൈവം ആഹാരം കൊടുത്തു. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് കൊടുത്തത് ഗോതമ്പ് കൊടുത്തിട്ട് അതുകൊണ്ട് മില്ലിൽ കൊണ്ട് പൊടിച്ച് വെള്ളം മിക്സ് ചെയ്ത് ഉപ്പിട്ട് ദോശ ഉണ്ടാക്കാനല്ല ദൈവം പറഞ്ഞത്. അവർക്ക് എന്താണോ വേണ്ടത് അതേപോലെ ദൈവം ഉണ്ടായിക്കൊടുത്തു. അങ്ങനെ ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഭാര്യയോട് പറയണം, ഭർത്താവിനോട് പറയണം, മക്കളോട് പറയണം. അവിശ്വാസത്തിന്റെ ചിന്തകളെ ജയിക്കുവാൻ വേണ്ടി അത്ഭുതത്തിന്റെ കാര്യങ്ങൾ പറയണം. ദൈവത്തിന് ഇങ്ങനെയും ചെയ്യാൻ പറ്റത്തില്ലേ? ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ഇരിക്കുന്ന എൻ്റെ ഇപ്പോൾ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട്, ഞാൻ വെള്ളം കുടിക്കുക. ഇതിനകത്തൊരു പച്ചവെള്ളം വന്നിരിക്കട്ടെ, നിങ്ങൾ അതേ നോക്കിയിട്ട് പറയണം, ഈ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ. അങ്ങനെ ചിന്തിക്കണം. ഈ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ എൻ്റെ കടഭാരത്തിൻ്റെ മേൽ അത് മുഴുവൻ കൊടുത്തു തീർക്കാനുള്ള സമ്പത്ത് എൻ്റെ ദൈവം എൻ്റെ ബായികിൽ തരും.
മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇപ്പൊ രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ ഉള്ളിലോട്ട് ആമേൻ. പിശാച് കൊണ്ടുവന്ന ഒരു ചിന്ത കൊണ്ടുവന്നിടും. അവന്റെ ഒരു തീയമ്പ് ഇങ്ങനെയാണ്, ഈ രോഗം മാറത്തില്ല. കാരണം ഈ രോഗം വന്ന് മരിച്ച എത്ര പേരെ എനിക്കറിയാം. നമുക്കറിയാവുന്ന സകല ആൾക്കാരുടെയും പേര് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിടും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, നിങ്ങളുടെ ഈ ശരീരത്തിന്റെ അകത്ത് ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു അവയവം കേടായിട്ടിരിക്കുന്നതല്ലേ, അത് ദൈവം ഇറങ്ങി വന്നിട്ട്, അല്ലെങ്കിൽ ദൈവം ഇപ്പം സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പുതിയൊരു അവയവം സൃഷ്ടിക്കുന്നത് കാണണം. ക്രിസ്തുവിന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിക്കണം. മനസ്സിലായോ? ഇങ്ങനെ 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 വേണം നമ്മൾ പെരുമാറാൻ. അല്ലാതെ ബ്രദറെ, പലരും ഞാൻ എന്ത് ചെയ്യാറുണ്ട് പലപ്പോഴും, നിങ്ങളൊരു കാര്യം ചിന്തിച്ചോണം. നമ്മുടെ ഒരു വിശ്വാസി ചിന്തിക്കുക, നമ്മൾ കടന്നുകൊണ്ടൊക്കെ ചുമ്മാ എന്തായാലും നമ്മൾ കിടക്കുക. ചിലർക്ക് പറയട്ടെ, ബ്രദറെ എനിക്ക് കടന്ന ഉറക്കം വരത്തില്ല. എന്തായാലും ഉറക്കം വരത്തില്ലല്ലോ, കണ്ണടച്ചുകൊണ്ടൊന്ന് കാണ്, ദൂതന്മാർ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ എനിക്ക് നന്മ വെക്കുന്നതൊന്ന് കാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ബൈബിളിലും ഉണ്ട്, ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കണ്ണ് ഞാൻ തുറന്ന് രാവിലെ എണീക്കുമ്പോൾ അത്ഭുതം എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് കാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. സറാഫാത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, സറാഫാത്തിലെ വിധവ ഇങ്ങനെ മരിക്കാൻ വേണ്ടി രാവിലെ പറയുക, മോനോട് പറയുവാണേ, മോനെ നമുക്ക് ഇന്ന് മരിച്ചേക്കാം, എൻ്റെ കയ്യിൽ ആകെ ഇച്ചിരി വിഷമുണ്ട്, കുറച്ച് ഗോതമ്പുണ്ട്, പൊടിച്ച ഗോതമ്പാണ്, നമുക്കത് കലക്കി, വിഷം കലക്കി ഒഴിക്കാം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, രാവിലെ മുതൽ ആ സഹോദരന്റെ മാനസികാവസ്ഥയെ പിശാച് വന്നിട്ട് പറയും, എളുപ്പം മരിക്കുക, എളുപ്പം മരിക്കുക, എളുപ്പം മരിക്കുക. കണ്ടോ, അപ്പുറത്തെ വീട്ടിൽ ലൂസിയെ നോക്കിക്കേ, അപ്പുറത്തെ വീട്ടിൽ ഇന്നയാളെ നോക്കി, അവർ നാളെ ചാകും, നീ വേണേ ആദ്യം ചത്തു. കാരണം അവർ ചത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരും കാണത്തില്ല, നീ ഒറ്റയ്ക്കാവും. ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പ്രവാചകൻ വന്ന് ഒരു കഷ്ണം അപ്പം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ഉള്ളിൽ വന്നുകൊണ്ട് പിശാച് തന്ത്രം ഇടുവാണ്, തീയമ്പ് ഇടുക. അവനും കുറച്ച് വിഷം എടുത്ത് കൊടുക്കും, നീയും ചാകുക എന്നൊക്കെ പറഞ്ഞു കാണും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചു. എന്നാ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ വാക്യം, 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? 7-ാമത്തെ വാക്യം വായിക്കാൻ പറ്റുന്നവരൊന്ന് വായിച്ച്, കാണാൻ പറ്റുന്നുണ്ടോ ആ വാക്യം? അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. 2024 ജീവിക്കുന്ന നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ എണ്ണയ്ക്ക് പകരം ഞാൻ പെട്രോൾ വേണ്ട, നമുക്ക് ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളിങ്ങനെ കടം കയറി വല്ലാത്തൊരവസ്ഥയിലിരിക്കുക. ഒരു മനുഷ്യൻ വന്നിട്ട് പറയുക, ഇതേപോലെ ഒരു കാര്യം ചെയ്യുക. ഇന്ന് എണ്ണയ്ക്ക്, നമ്മുടെ ഇന്നും വിലയുണ്ട്, അന്നും വിലയുണ്ട് എണ്ണയ്ക്ക്, അന്നത്തെ വലിയൊരു കാര്യം തന്നെയാണ് എണ്ണ. ഒരു പ്രവാചകൻ വന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ പറയാം, അപ്പുറത്തെ വീട്ടിലെല്ലാം പോയിട്ട് ആ കഞ്ഞിക്കലും കുടവും പാത്രവും എല്ലാം ഇങ്ങനെ മേടിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് മേടിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് ആ കുപ്പിയുടെ ഏറ്റവും അറ്റത്ത് അടിയിൽ കുറച്ച് എണ്ണയുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ അതങ്ങ് പ്രാർത്ഥിച്ചിട്ട് ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ കഞ്ഞിക്കലം നിറഞ്ഞു, പുട്ടുകുടം നിറഞ്ഞു, അവിടെയുള്ള സകലതും നിറഞ്ഞ് അത് വിറ്റ് നിങ്ങളുടെ കടം തീർക്കാനുള്ള നന്മ അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ 2024 ജീവിക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. മനസ്സിലാകുന്നുണ്ട്? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാകണം. ഇതേപോലെയൊക്കെ സംഭവിക്കും. മാമേൻ. ഇതേപോലെയുള്ള കാര്യങ്ങളാണ് വചനമെന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞ കാര്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പിശാചിന്റെ ഒരു തന്ത്രം, ഞാൻ പിശാച് എന്ന് പറഞ്ഞാൽ അവനെ ഉയർത്തുവല്ല, അവനെ ഇടിച്ച് താക്കുക. അവൻ്റെ ഒരു തന്ത്രം ഞാൻ പറഞ്ഞു തരാം. അവൻ്റെ ശക്തിയല്ല, തന്ത്രമാണ്. അവൻ്റെ തന്ത്രം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല വഴികളും അടയുമ്പോൾ അവൻ ശ്രദ്ധിച്ചാൽ മതി, അവൻ ഒരിക്കലും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വഴികൾ അടഞ്ഞു എന്ന് പറയത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ദൈവം കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ദൂതന്മാരെ അയച്ചു സകല നന്മയും ഈ രാത്രി കൊണ്ടുവന്ന് തരത്തില്ലെന്ന് അവൻ പറയത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തരത്തില്ലെന്ന് പറയത്തില്ല. കാര്യം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലെന്ന് അവനറിയാം. ചില ആളുകൾ അവൻ ചിന്തിക്കുന്നത് മൊത്തം ആ ബാങ്കുകാർ നിന്റെ വീട് ജപ്തി ചെയ്യും, ആ വിഷയമുണ്ടല്ലോ, ആ കടം തരാമെന്ന് പറഞ്ഞവൻ തരത്തില്ല. അതായത് നമുക്ക് കാണാൻ പറ്റുന്നതിനെയാണ് അവൻ കൊണ്ടുവന്നിട്ട്, ഇപ്പം നിങ്ങളുടെ വരുമാന മാർഗം,
ഇതുകൊണ്ട് എന്നാ ആകാനാ, ഈ ജോലി പോയാൽ എന്നാ ചെയ്യും, ഈ ചിന്തകൾ കൊണ്ടുവന്നിടും. നമുക്ക് എന്താണോ കാണാൻ പറ്റുന്നത് അത് അടഞ്ഞെന്നും അടയുമെന്നും അടഞ്ഞു പോയിവെന്നും രക്ഷപ്പെടത്തില്ലെന്നും കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസിക്കുള്ള കഴിവാണ് അസാധാരണമായ കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്ന് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നത്. വിശ്വസിക്കണം. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഞാൻ ഞെട്ടുന്ന രീതിയിലെ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അത് കണ്ടുകൊണ്ട് വേണം കിടന്നുറങ്ങാൻ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. യാക്കോബ് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു യാക്കോബിന്റെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ വാക്ക് യാക്കോബ് ഒരു ദർശനം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം വേഗത്തിൽ നിന്ന് യാക്കോബ് ഒരു ദർശനം കാണുകയാണ്. തൻ്റെ സഹോദരൻ തന്നെ കൊല്ലാനിട്ട് ഓടിക്കുന്ന സമയത്ത് താൻ എന്ത് ചെയ്യണം, ഒരു വലിയ ദർശനം കാണുക. എന്താ ദർശനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ആകാശത്തേക്ക് ഒരു കോവിഡ് കാണുന്നു. അതിലേക്ക് സ്വർഗത്തിലെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് താൻ കണ്ടുകൊണ്ടിരിക്കുക. ഇത് കണ്ടുകൊണ്ടിരുന്ന വഴിയിൽ ഉടനെ എന്ത് ചെയ്യുമെന്നറിയോ? യാക്കോബ് പറയുന്നൊരു വാക്കുണ്ട്, യഹോവ ഇവിടെ ഉണ്ടായിരുന്നു, ഞാനോ അറിഞ്ഞില്ല. ഞാൻ ചോദിച്ചോട്ടെ, യാക്കോബേ, ഇതൊരു സ്വപ്നമാണെങ്കിലോ? ഇതൊരു സ്വപ്നമാണെങ്കിലോ? യാക്കോബ് പറയും, ഇത് സ്വപ്നമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം യാക്കോബ് പറഞ്ഞുകൊണ്ട് ദൈവം ഇവിടെ ഉണ്ട്. ഒരു വിശ്വാസി എപ്പോഴും ഓർത്തോണം, നമുക്ക് ചുമ്മാ ഒരു സ്വപ്നം തരുന്ന ആളല്ല ദൈവം. നമുക്ക്, ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞു, ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ അസാധാരണമായ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? അവർ മാത്രം ആമേൻ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിന്റെ മേൽ കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞങ്ങളാണ്. ഫിലിപ്പ് എന്നാണ് പേര്. ഫിലിപ്പിന്റെ ഭവനത്തിൽ കർത്താവിന്റെ വലിയൊരു സമാധാനം ഉണ്ടാവുക. ഫിലിപ്പിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ വലിയൊരു സമാധാനം ഉണ്ടാകുമെന്ന് കർത്താവിനോട് പറയുന്നു. വലിയൊരു സമാധാനം. കരഞ്ഞത് മതി. ഫിലിപ്പിന്റെ ഭവനം കരഞ്ഞത് മതി. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതാരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഒന്നുണ്ടാകുക. ആമേൻ. എനിക്ക് സിസ്റ്റർ വാക്യം അയച്ചു തന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് ഇച്ചിരി സമയം മുന്നോട്ട് പോയ പ്രശ്നമുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പോകണം. ഒരു വാക്യം 2 വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്താം എന്നൊരു ചിന്തയായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വലിയൊരു ഫ്ലോ നമ്മുടെ നടുവിൽ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് നിങ്ങളോട് ഇടപെടും. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലാണ് ആ വചനം. നിങ്ങൾ നോക്കിയോണം. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ, ഇത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ പോലെ ഞാൻ വായിക്കാവേ. ഏശാവ് ഇസ്മായിലിന്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിന്റെ മകനായ ഇസ്മായിലിന്റെ മക്കളെ, എന്നാൽ യാക്കോബ് ബെർശമയിൽ നിന്നും പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണം. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചത് കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ അവിടെ സ്ഥലത്ത് കല്ലുകളിൽ ഒന്നെടുത്ത് തലയണ വെച്ചു, അവിടെ കിടന്നുറങ്ങി. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. അവനൊരു സ്വപ്നം കണ്ടു. ഇത് ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? സ്വർഗം വരെ എത്തുന്ന ഒരു കോവണി. ഈ കോവണി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തുവാ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഏണി എന്നാ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ? ഏണി തന്നെയാ. നമ്മൾ സാധാരണ ഏണി ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ സാധാരണ ഏണി ഉപയോഗിക്കുന്നത് കയറാനും ഇറങ്ങാനും. നമ്മൾ സാധാരണ ഏണി ഉപയോഗിക്കുന്നത് ചക്ക പറിക്കാനും മാങ്ങ പറിക്കാനും തേങ്ങ പറിക്കാനും നമ്മൾ കുരുമുളക് പറിക്കാനും ഒക്കെയാണ് സാധാരണ എന്ത് ചെയ്യുന്നത്? ഏണി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ടെറസിൽ കയറാൻ വേണ്ടി. ഇവിടെ യാക്കോബ് ഒരു ദർശനം കാണുവാണ്. ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഏണി അല്ലെങ്കിൽ കോവണി. ഞങ്ങളുടെ നാട്ടിൽ ഏണി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിൻ്റെ മീതെ യഹോവ നിന്നുകൊണ്ട് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ നിനക്കും നിന്റെ സന്തതിക്കും തരും. നീ കിടക്കുന്ന ഭൂമിയെ. യാക്കോബ് എവിടെയാ കിടക്കുന്നത്? മെത്തയിലാണോ നിലത്താണോ?
നിലത്ത് 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിലത്ത് 11-ാമത്തെ വാക്യം വായി. 11-ാമത്തെ വാക്യം കാണിച്ചു. അവനൊരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ ഉം. അസ്തമിക്കൊണ്ട് അവിടെ രാവാർത്തു. അവൻ ആ ഉം. സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. കണ്ടോ? അപ്പോൾ ഒരു വീട് പോലും ഇല്ല അവിടെ. ആർക്കൊക്കെയോ കർത്താവ് ഈ ദിവസങ്ങളിൽ വീടുകളെ തുറക്കാൻ പോവാ, ഭവനങ്ങൾ തുറക്കാൻ പോവാ, ഭവനങ്ങൾ തുറക്കാൻ പോവാ. ഓ, യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച വീടിന്റെ പുറകുവശത്തായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു 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 കാൽപ്പത്തിയുടെ അത്രയും വലിപ്പമുള്ള ഒരു ചെറിയ ഭിത്തി, അത് ഭിത്തി എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു തിരിച്ചു വെച്ചേക്കുന്ന, അങ്ങനെ തിരിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു അലക്കുകല്ല് കിടപ്പുണ്ട്. എന്നാൽ പുറകോട്ട് പിന്നെയും പറമ്പുള്ള ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയുന്നു, ഈ വചനപ്രകാരം പറയുന്നു, അവകാശമായി ഭവനം ദൈവം തരാൻ പോവുക. ഓ, യേശുവിൻ്റെ നാമത്തിൽ അവകാശമായി ദൈവം ഭവനം തരാൻ പോവുക. ഏറ്റെടുത്തോണം. ഇവിടെ ശ്രദ്ധിച്ചോണം. അവനൊരു കോവണി കണ്ടു, അതിന്മേൽ കയറുന്നതും ഇറങ്ങുന്നതും കണ്ടു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് തരും. ഇങ്ങനെ ഒരു സ്വപ്നം. നിങ്ങൾ നിലത്ത് കിടക്കുക, നിങ്ങൾക്ക് അവിടെ താമസക്കാരില്ല, ഒന്നുമില്ല, നിലത്ത് കിടക്കുക, വീടില്ല, കട്ടില്ല, മെത്തയില്ല, തലവണയില്ല, ഒന്നുമില്ല. ഇങ്ങനെ നിലത്ത് കിടക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കത്തില്ലാത്തൊരു കാര്യം പറയുകയാണ്, നീ കിടക്കുന്ന ഭൂമിയെ നിനക്കും നിന്റെ സന്തതിക്ക് ഞാൻ തരും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ കർത്താവ് ഒരു തലയണ പോലും എനിക്കില്ല, പോട്ടെ, തലയണ പോട്ടെ, കിടക്കാൻ ഒരു പോലും എനിക്കില്ല, പിന്നെയാണോ ഈ സ്ഥലം? പക്ഷെ യാക്കോബ് ചാടി എണീറ്റു. ശ്രദ്ധിച്ചോണം. അതിനു മീതെ യഹോവ എന്ന് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തുമെന്ന് ഞാൻ നിന്നെ കൈവിടാതെ നിന്നെ കൂടെ ചെന്ന് വരുത്തിച്ചു. അപ്പോൾ യാക്കോബ് ഉണർന്ന് യഹോവ ഈ സ്ഥലത്തുണ്ട്, ഞാനോ അറിഞ്ഞില്ല. നമ്മളാണെ പറഞ്ഞ കർത്താവ് ഒരു തലയണ പോലും ഇല്ല. അപ്പോഴാണ്, എന്നാൽ ഇങ്ങനെ നമ്മൾ കാണണം, ഇന്ന് ഞാൻ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് ദൈവത്താൽ ഞാൻ മാനിക്കപ്പെടും. ഇന്ന് എന്നെ പരിഹസിച്ചവർ എന്നെ പറ്റി പറയും, നീ എനിക്കൊരു അനുഗ്രഹമാണെന്ന് പറയും. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിക്കണം. അപ്പൊ നമ്മൾ കാണണം, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ കാണണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം, വേറൊരു ബ്രദറിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ 2013-14 സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സാക്ഷ്യം ഞാൻ ഓർത്തെടുത്ത് പെട്ടെന്ന് ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഓർത്തു. ഞങ്ങളൊരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ബൈക്കിൽ ഇങ്ങനെ പൊക്കോണ്ട് കോട്ടയത്ത് ഒരു സ്ഥലത്ത് നിന്നും ഞങ്ങൾ ഒരു സ്ഥലത്തോട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പോകുന്ന വഴി കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്ത്, അവിടെ പ്രയർ നടന്നുകൊണ്ടിരിക്കുക, എനിക്ക് അങ്ങോട്ട് പോകണം, അത്യാവശ്യമായിട്ട് പോകണം. പോകുന്ന വഴി ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് പെട്രോൾ അടിക്കാൻ ഞാൻ മറന്നുപോയി. നടന്ന സംഭവം കേട്ടോ, നുണ പറയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കൂടെയുള്ള ബ്രദറുകൾ പറഞ്ഞു, പെട്രോൾ അടിക്കാൻ ഞാൻ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ തീരുമായിരുന്നു, ഞാൻ മറന്നു. ഞങ്ങൾ സംസാരിച്ച് പ്രാർത്ഥിച്ച് വന്നുകൊണ്ടിരിക്കും, മറന്നുപോയി സത്യത്തിൽ. ഈ ബ്രദർ പറഞ്ഞു, നമുക്ക് തിരിച്ചു പോയി പെട്ടെന്ന് പെട്രോൾ വരാം, എന്തായാലും നമ്മൾ പിന്നെ സ്പീഡിലെത്താം. അപ്പം ഞാൻ പറഞ്ഞു, തിരിച്ച് പെട്രോൾ പമ്പിൽ പോയാൽ പോലും നമ്മൾ വഴി കിടക്കും. ഞാൻ മിസ്സായി കാര്യം. ഇനി പമ്പിലോട്ട് പോയാൽ തന്നെ വഴി കിടക്കും, ഇനി കുറച്ച് വണ്ടി മുമ്പോട്ട് പോയാലും വഴി കിടക്കും, ഒരു വഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പം ഒരിക്കലും നടക്കത്തില്ല. ഇനി ഒറ്റ വഴിയേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഇനി ഞങ്ങളുടെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ പെട്രോൾ ടാങ്കിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കറിയാം മൂവ് ചെയ്തുകൊണ്ട് എന്തായാലും പെട്രോൾ കയറി നിൽക്കും, എന്തായാലും നിൽക്കും. പക്ഷെ ഞങ്ങൾക്ക് അവിടെ അത്യാവശ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോവുകയും ചെയ്യണം. ഞങ്ങൾ കൈവച്ച്, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ബ്രദറിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാനത് ഓർത്തെടുത്തു. ഞങ്ങൾ പെട്ടെന്ന് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയെ തന്നെ കൈവച്ചിട്ട്, നമുക്കറിയാം നമ്മുടെ ബൈക്കിലൊക്കെ ഒരു എംബ്ലം ഉണ്ട്, എൻഡും പെട്രോൾ ടാങ്കിലുണ്ട്, എൻഡും ഫുള്ളായിട്ടുള്ള ഒരു സൂചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിങ്ങനെ എൻ്റെ വന്ന് മുട്ടി നിൽക്കുക, ഏത് നിമിഷവും തീരും. ഞാൻ സംഭവിച്ച കാര്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഓടിക്കൊണ്ടിരുന്ന പ്രാർത്ഥിച്ചു, കർത്താവ് വർദ്ധിക്കണം. ആലോചിച്ച് നോക്കി, ആരെങ്കിലും അത് കേട്ടിരുന്നെങ്കിൽ പറയും, എന്തോ ഭയങ്കരമായിട്ട് വട്ട് കയറിയിട്ടുണ്ട്. കാരണം പെട്രോൾ ടാങ്കിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, വർദ്ധിക്കട്ടെ. നിങ്ങൾക്ക് അറിയാമോ, ഞാൻ കണ്ണുകൊണ്ട് കാണുക ആ പെട്രോൾ ടാങ്കിന് ഇങ്ങനെ ആ സൂചി പൊങ്ങി വരുന്നത്. ഇത് കേൾക്കുന്ന ആൾക്കാർ പറയും, വിഡ്ഢിത്തരം പറയാതെ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നമ്മൾ പറയുന്ന വിഡ്ഢിത്തരങ്ങളാണ് ദൈവത്തിന് ആവശ്യം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബുദ്ധിയുള്ളവർ ചിന്തിക്കും, പിന്നെ പെട്രോൾ ടാങ്കിൻ്റെ അകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്കകത്ത് യേശുവിൻ്റെ പേര് പറയുമ്പോൾ പെട്രോൾ അങ്ങോട്ട് വർദ്ധിക്കുമല്ലേ?
ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മിഷൻ ആയിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, വിഷയമായിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞാൽ അത് കേട്ടിരിക്കും. ഞാൻ ഇന്നലെ ഇത് കേട്ടപ്പോൾ ദൈവം ഇത്രയും വർഷവും ഞാൻ ഓർത്തെടുത്തു. ഇന്ന് വിധവയുടെ എണ്ണയെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, പാത്രങ്ങളിലോട്ട് ഇങ്ങനെ കവിയുമ്പോൾ ഇനി പാത്രമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ നന്മ നിന്നു പോയെങ്കിൽ, ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, ഒന്ന് കണ്ടേ, അസാധാരണമായ കാര്യങ്ങൾ നടക്കുന്നത് കണ്ടേ. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ, അത്ഭുത സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ. ഈ ദിവസങ്ങളിൽ ഈ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കാണാൻ പോവാ. എന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിച്ച്, ഒരു ദൈവത്തിൻ്റെ ദൂതൻ വരുന്നു, ആ ഒരു കാര്യം എനിക്ക് തരുന്നു, ഞാൻ അത്ഭുതം പറയുന്നു എന്നൊക്കെ നിങ്ങൾ കാണുമ്പോൾ അതൊന്നും പിശാചിന് കാൽക്കുലേറ്റ് പോലും ചെയ്യാൻ കഴിയത്തില്ല. അവൻ പറയുന്ന മൊത്തം എന്നറിയാവോ, ആ സഹോദരി നിനക്ക് കാശ് തരാമെന്ന് പറഞ്ഞ സഹോദരി മാക്ക് മാറ്റി, ആ ബാങ്കുകാർ പറഞ്ഞു ഇനി ലോൺ തരത്തില്ല. നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ മൊത്തം അതാ, ബാങ്കിൻ്റെ ലോൺ, ഇന്നയാൾ തരാമെന്ന് പറഞ്ഞ പൈസ, കൈവായ്പ, അല്ലെങ്കിൽ ഇന്ന മരുന്ന്, ഇതൊക്കെയാണ് നമ്മുടെ ലോകം. ഇവിടെ നമ്മൾ ഇത്ര നേരം ഞാൻ വചനം പറഞ്ഞു വന്നല്ലോ, യാക്കോബൊക്കെ കണ്ടത്, പഴയ നിയമ ഭക്തന്മാർ കണ്ടത്, പുതിയ നിയമ ഭക്തന്മാർ കണ്ടത് ബാങ്കുകാരുടെ ലോണും പരിപാടികളൊന്നുമല്ല. അവർ മുഴുവൻ കണ്ടത് ദൈവത്താലുള്ള നന്മകളാണ്. എത്ര പേർ ആമേൻ പറഞ്ഞതിനെ ഉറപ്പിക്കും. ഈ ദിവസങ്ങളിൽ അങ്ങനെ ചിലത് സംഭവിക്കാൻ പോവാ. യേശുവേ, ഞാൻ കാണുന്ന ഒരു കാഴ്ച യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ നന്മ കൊടുക്കാൻ കഴിയാതെ വാടക കുടിശ്ശികൾ കീറിക്കിടക്കുന്നവരുടെ വീടിൻ്റെ അകത്തേക്ക് നന്മകൾ വരാൻ പോവാ. ഇനി മേലാൽ ആ നന്മകൾ അടയത്തില്ല. അതേപോലെയുള്ള വാതിലുകൾ തുറക്കാൻ പോവാ. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ, ഇന്ന് ചില നന്മകൾ തുറക്കാൻ പോവാ. ഒരു ഡോറ് തുറന്ന് കയറുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നന്മയിലേക്ക് കയറാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, അങ്ങയുടെ കൃപ ഇന്ന് വ്യാപരിക്കുന്നല്ലോ. ഞാൻ ഈ ഫേസ്ബുക്കിൽ കാണുന്ന ഒരു ലിജി ഷാജി എന്ന് പറഞ്ഞ ഒരു സഹോദരിയുടെ കർത്താവിനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു, 2 കുരുക്കുകൾക്കകത്ത് കുടുങ്ങിക്കിടക്കുക. 2 കുരുക്കുകളാണ് ഞാൻ കാണുന്നത്. കുറേ നാളുകളായിട്ട്, 7 വർഷമായിട്ട് കയറിക്കൂടിയതാണ്. എന്നോട് കർത്താവ് ഇന്ന് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കുടുംബത്തിൻ്റെ അകത്തുനിന്നും ആ സകല കുരുക്കുകളും പൊട്ടിമാറാൻ പോവാം. അതിൻ്റെ അടയാളമായിട്ട് കർത്താവിനോട് പറയുന്നു. ദൈവം ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്നോട് കുടുംബത്തിലോട്ട് അയക്കും. ആ കുടുംബത്തിലോട്ട് ആ വ്യക്തിയെ അയച്ചിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുക. ആ വ്യക്തി 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് പറയും. ആ 2 കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട പ്രാർത്ഥനയുടെ മറുപടികളായിട്ട് ദൈവം അത് കൊണ്ടുവരും. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ഞാൻ ഫേസ്ബുക്കിൽ കാണുന്ന ലിജി ഷാജി എന്ന് പറഞ്ഞൊരു സഹോദരിയുടെ ഇത് പറയുന്നത് എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ വലിയൊരു നന്മ വരാം. ഈ ദിവസങ്ങളിൽ നിങ്ങളിന്ന് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ആ പേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ട് പറയും, ഇത് നിറയാൻ പോവാ. അയ്യോ ബ്രദറെ, ഈ 10 പൈസ ഇല്ലാത്ത എൻ്റെ പേഴ്സിനെ പറ്റിയാണ് ബ്രദർ പറഞ്ഞത്. അത് തന്നെയാണ്. നിലത്തൊരു തലയണ പോലും ഇല്ലാതെ കല്ല് വെച്ച് കിടന്നുറങ്ങുന്ന യാക്കോബിനെ നോക്കിയിട്ട് യഹോവ എന്നാ പറഞ്ഞേക്കുന്നത്, ഈ സ്ഥലം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ഒരു തലയണ മേല പോലും മേടിക്കാൻ കാശില്ലാത്ത യാക്കോബേ, ഒരു മെത്ത പോലും മേടിക്കാൻ കാശില്ലാത്ത യാക്കോബേ, ഒരു വടി മാത്രമുള്ള യാക്കോബേ, യോർദാൻ നീന്തി തൻ്റെ ലാബാൻ അടുക്കലേക്ക് പോകാൻ നിൽക്കുന്ന യാക്കോബേ, തനിക്കെ കൊണ്ട് ഈ സ്ഥലം മേടിക്കാൻ പറ്റുമോ? അദ്ദേഹം പറയും, ദൈവം പറഞ്ഞാൽ അത് സംഭവിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ചിലരുടെ ഭവനത്തിലേക്ക് അത് സംഭവിക്കാൻ പോവാ. നന്മയുടെ ഉറവിടം ദൈവമാണ്. എല്ലാവരും പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ചിലത് വർദ്ധിക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിനാൽ ചിലത് സംഭവിക്കാൻ പോവാ. ദൈവത്താൽ സംഭവിക്കാൻ പോവാ. നിങ്ങൾ കാണണം, അടഞ്ഞ വഴി കണ്ടിട്ടാ പലപ്പോഴും നമ്മൾ കരയുന്നത്. ഇപ്പം മനസ്സിലായോ? യാക്കോബേ, ഞാൻ ചോദിച്ചോട്ടെ, സകല വഴി അടഞ്ഞിട്ടല്ലേ താൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത്?
ഇനി എന്നാ പ്രതീക്ഷയുള്ളത്? തമ്പുരാൻ പറഞ്ഞു സ്വപ്നത്തിലൂടെ ഇടപെട്ടു. കണ്ടോ എന്നാ സ്വപ്നം കാണുന്നറിയാവോ? നമ്മൾ ചക്ക പറിക്കാനും മാങ്ങ പറിക്കാനും കുരുമുളക് പറിക്കാനും കയറുന്ന ഒരു കോവണിയാണ് യാക്കോബ് കാണുന്നത്. പക്ഷേ ഈ കോവണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ അറ്റം സ്വർഗത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടേ, ഇങ്ങനെയൊക്കെ ഒന്ന് വിശ്വസിച്ചേ. സ്വർഗത്തിൽ നിന്ന് മന്ന കൊഴിച്ചില്ലേ, ദൈവം അതേപോലെ ചില നന്മകൾ കൊഴിക്കാൻ പോവുക. ബ്രദറെ, എന്നെ സഹായിക്കാൻ നേരത്തെ എല്ലാവരും എന്നെ കൈ മലർത്തി ബ്രദറെ. അവരെല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞവരെ സ്വപ്നം കാണ്, വിശ്വസിക്ക്, ദൂതന്മാരയച്ച് ദൈവം എന്നെ പരിപോഷിക്കുന്നത് കാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പറ, എനിക്കിത് വേണ്ട, ഞാനിത് രോഗം ചുമന്നുകൊണ്ടൊക്കെ എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ ഇപ്പം ഇറക്കി വെക്കുക. അത്ഭുത സൗഖ്യം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാം കേട്ടു, വർഷങ്ങളായിട്ട് നിന്ന രോഗങ്ങളാണ് സൗഖ്യമായിരിക്കുന്നത്. പ്രാർത്ഥിച്ച് ആ ബ്ലഡിൻ്റെ അകത്തെ കൗണ്ടുകൾ, ബ്ലഡ് ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കൽപ്പിച്ച് പുതിയ അവയവങ്ങൾ ഉണ്ടായി വരിക. ഒന്ന് കണ്ടേ. ഓ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങനെ കൃപ പെരുകുന്നല്ലോ. കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ പെരുകുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെ അങ്ങ് സ്പർശിക്കുന്നല്ലോ. ദൈവാത്മാവ് അങ്ങ് തൊടുന്നല്ലോ, ദൈവാത്മാവ് അങ്ങ് സ്പർശിക്കുന്നല്ലോ. അങ്ങ് എല്ലാ വിഷയത്തിൻ്റെ മേൽ അത്ഭുതമാകുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, അങ്ങനെ ചിലത് തീയമ്പുകളെ കെടുത്തുകൊണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മുമ്പിലുള്ള സകല വഴി അടഞ്ഞാലും കുറച്ചു നേരം കണ്ണടച്ചിട്ടൊന്ന് കാണും, ദൂതന്മാർ കൊണ്ട് തരുന്നതൊക്കെ ഒന്ന് കാണും. പറയാം, അങ്ങനെയൊക്കെ കണ്ടാൽ വല്ലതും നടക്കും, അങ്ങനെ കണ്ടാലേ വല്ലതും നടക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒന്ന് കാണും, അങ്ങനെയുള്ള കാര്യങ്ങളെ കാണും. എന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയല്ല, പറയണം. നടന്നു പോകുന്ന വഴിയിൽ യാക്കോബ് കണ്ടതുപോലെ, എലിയാവിനെ പ്രവാചകന്മാരെ അയച്ചതുപോലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചിലരെ അയക്കാൻ വേണ്ടി പോവുക. ഓ യേശുവിൻ്റെ നാമത്തിൽ. നമ്മുടെ സൂം പ്രയറിൽ പങ്കുചേരുന്ന 6 കുടുംബത്തിൽ റിൻസി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? റിൻസി ഇപ്പോൾ സൂമിൽ പങ്കെടുക്കുന്ന വീടിൻ്റെ അകത്ത് റിൻസി എന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യൂട്യൂബിലെ ഫേസ്ബുക്കിൽ, കുടുംബത്തിലല്ല, കൂട്ടുകാരികളല്ല, കുടുംബത്തിൻ്റെ അകത്ത് റിൻസി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ, റിൻസി റിൻസിയാണ്. യൂട്യൂബിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ എടുത്തു റിൻസിയെ കർത്താവ് സ്പർശിക്കുക. റിൻസിയുടെ ഭാവി ഓർത്ത് ഇന്ന് എന്നെ കേൾക്കുന്ന ഒരു മാതാവിനെ ഞാൻ കാണുന്നത്, റിൻസിയുടെ ഭാവി ഓർത്ത് ഭാരപ്പെടുക. കർത്താവ് പറയുന്നു, ഇനി കരച്ചിൽ നിർത്തിയിട്ട് പറയണം, റിൻസി ഒരു അനുഗ്രഹമായി തീരാൻ പോവുകയാണ്. റിൻസിയുടെ ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോവുക. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങളല്ല, പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞങ്ങളെ വീണ്ടും ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോണം. പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെയും യേശു ക്രൂശിൽ ഈ പ്രാർത്ഥനയിൽ ചെയ്തു കഴിഞ്ഞതിൻ്റെ സാക്ഷ്യങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടുകളാണ് ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് സാക്ഷ്യങ്ങൾ പറയാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി പോവാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞ സ്വിച്ച് ബോർഡിന്റെ മുകളിൽ ചീട്ട് ഒരു ഇത് വെക്കുന്നെന്ന് പറഞ്ഞില്ലേ? ഹലോ, പറഞ്ഞു. ഞങ്ങളുടെ സ്വിച്ച് ബോർഡിന് മുകളിൽ മടക്കി വെച്ചേക്കല്ലോ ഒരു KCBയുടെ ഒരു ബില്ല് അതിന്റെ മുകളിലായിട്ട്. ഫ്രിഡ്ജിന്റെ മുകളിൽ എന്ന് പറഞ്ഞത് ഫ്രിഡ്ജാ പറഞ്ഞത്. റെഡ് കളറല്ലേ? എന്റെ വീട്ടിലുണ്ട് കേട്ടോ ബ്രദറെ. ഞാനിപ്പോ ഫ്രിഡ്ജിന്റെ അടുത്ത് ടൈലറിങ്ങിലാണ്. പിന്നെ എന്റെ വീടിന്റെ ചാവി ഉണ്ട്, ഒരു കീ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. കീ ഉണ്ട്. ഞാൻ അളവ് എഴുതാൻ വേണ്ടിയിട്ട് വെച്ചൊരു ഷീറ്റ് അവിടെ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ അടുത്ത് തന്നെ ഒരു മരുന്ന് ഷീറ്റും ഉണ്ട്. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ അങ്ങനെ ഇരിക്കുന്നത്?
ബ്രദറെ, എന്റെ വീട്ടിലെ ഫ്രിഡ്ജിന്റെ മേളില് തുണിയില്ല. തുണിയില്ലാതെ തന്നെ ഒരു പേപ്പറിനടി ഫ്രിഡ്ജിന്റെ മേളില് താക്കോലും ഒരു ചീട്ടല്ല, കുറച്ച് കുറിപ്പടികളുണ്ട്. ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞ സെയിം അടയാളം ഒരു ഇരിപ്പുണ്ട് അതിൻ്റെ അടിയിൽ. അത് പറഞ്ഞ സെയിം അടയാളമുള്ള ആളാരോ മറ്റവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സിസ്റ്റർ പറഞ്ഞ പോലെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഓക്കെ. തീർച്ചയായിട്ടും കർത്താവിനെ കാണിച്ചത് ആ ഷീറ്റിൻ്റെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു സൈഡായിട്ട് കാണിച്ചേക്കുന്നത് ആദ്യത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒരു തുണിയുണ്ട്, അതിനകത്ത് ഒരു കീ ഇരിപ്പുണ്ട്, ഒരു ചീട്ട് എന്നെ കാണിക്കുന്നത് റെഡ് കളറിലെ ഒരു ഫ്രിഡ്ജാണ് ഞാൻ കാണുന്നത്. എൻ്റെ കർത്താവ് എന്നെ കുടുംബത്തിൽ പറഞ്ഞത് വലിയൊരു കാര്യത്തെ കർത്താവ് ചെയ്യാൻ പോകും. ശൂന്യമായതിനെ ദൈവം നിറയ്ക്കാൻ പോവുക. ഏറ്റെടുത്തോളാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, പലപ്പോഴും ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്. നിങ്ങൾ ചിലപ്പം പലതും ഇരിക്കാം അവിടെ, പക്ഷെ ഇരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കർത്താവ് അത് കാണിക്കുന്നത് നമ്മളെ ഒന്ന് ഉറപ്പിക്കാൻ നിങ്ങളുടെ ദൈവം തൊടാൻ പോവാണ്. ആ കുടുംബത്തിൻ്റെ ശൂന്യമായ അവസ്ഥകളെ ദൈവം മാറ്റാൻ പോവാണ്. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാർക്കെങ്കിലും സാക്ഷ്യങ്ങളുണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ, എൻ്റെ പേര് ലേന. ഞാനൊരു 4 ദിവസമായതേ ഉള്ളൂ ഈ സൂം മീറ്റിംഗിൽ. സജീന ചേച്ചി സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാനതിൽ കയറുന്നത്. എനിക്ക് ഒരു 8 വർഷമായിട്ട് സെർവിക്കൽ സ്പോണ്ടിലൈസിസിന്റെ പ്രോബ്ലം ഉണ്ട് പെടലേക്ക്. അപ്പോൾ എനിക്ക് അതിയായ വേദനയാണ്. ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് 1.5 മാസം കൊണ്ട് ആയുർവേദിക് ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് ഒരുപാട് പൂർണ്ണമായിട്ട് വിടുതൽ കിട്ടിയില്ല. ഞാൻ ഫാസ്റ്റിംഗ് തെറപ്പിയൊക്കെ എടുത്ത് അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് വിടുതൽ കിട്ടി. വീണ്ടും വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചില സമയങ്ങളിൽ എനിക്ക് അതിയായ വേദനയുണ്ട്. അപ്പം പാസ്റ്റർ നല്ല പറഞ്ഞായിരുന്നു, ബ്രദർ നല്ല പറഞ്ഞ്, കൈ വെച്ച് നമ്മൾ അധികാരത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ വേദന മാറുമെന്ന്. അന്നേരം നമ്മൾ അല്പവിശ്വാസികളെ മാറുമോ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ഈ പ്രെയർ മീറ്റിങ്ങിൽ വന്നതിന് ശേഷം എനിക്ക് അതിയായ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. ഞാൻ അന്ന് അപ്പൊ ആ ഇരുന്ന സ്ഥാനത്ത് തന്നെ ഇരുന്ന് പ്രെയർ നടന്നുകൊണ്ടിരിക്കുന്ന സൂം മീറ്റിങ്ങിൽ തന്നെ ഞാൻ കൈ വെച്ചിട്ട് അവിടെ ഇരുന്നോട് പ്രാർത്ഥിച്ച്, ദൈവം എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നതിനുള്ള സ്തോത്രം എന്ന് പറഞ്ഞ് ഇന്ന് എനിക്ക് ഒരു ശകലം പോലും എൻ്റെ കൈക്കും പെടലേക്കും ഒരു വേദന പോലും ഇല്ലായിരുന്നു. ഞാൻ നന്നായിട്ട് ജോലി ചെയ്ത് എനിക്ക് പൂർണ്ണ സൗഖ്യം ദൈവം തന്നു. എൻ്റെ ഒരു സാക്ഷിയായത് ഇവിടെ എല്ലാവരുടെയും മുൻപിൽ ദൈവം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാല് നമുക്ക് ലഭിച്ചു എന്ന് കരുതി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സാധ്യമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആമേൻ. എത്ര വർഷമായിട്ട് 8 വർഷമായി. ഓ, നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ മൗനമാകുന്ന സ്വഭാവം നല്ലതല്ല കേട്ടോ. സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ സിസ്റ്റർ പറഞ്ഞ 8 വർഷമായിട്ടുണ്ടായിരുന്ന പ്രോബ്ലം ആയിരുന്നു. 8 വർഷം ഉണ്ടായിരുന്ന പ്രോബ്ലം ആയിരുന്നു. 8 വർഷം ഇന്നലെ അതിനെ ഇറക്കി വെച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ഈ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഞാൻ ഇന്ന് പറഞ്ഞ വചനം ശ്രദ്ധിച്ചോണം. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി. 8 വർഷമായിട്ട് സിസ്റ്റർ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു സിസ്റ്ററെ? 8 വർഷമായിട്ട് മാറാൻ മെഡിസിൻ ആയുർവേദം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ജോലി സ്ഥലത്ത് അവിടെ ഗൾഫിലാണ്, വിദേശത്താണ്. ഞാൻ അങ്ങ് വേദനയായിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഒരു പനിയായിട്ട് ഞാൻ നാട്ടിൽ വന്നത്. പക്ഷെ എനിക്ക് അസുഖം എന്താണെന്ന് ഇതുവരെയും ഡോക്ടർമാരൊന്നും കണ്ടുപിടിക്കുന്നില്ല. എനിക്ക് പെടലിക്ക് ഓക്കെ, ഒരു സിസ്റ്റർ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ആയുർവേദം നോക്കി അല്ലേ, പലതും ട്രൈ ചെയ്തു, ഫിസിയോ ഇലക്ട്രിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തു. അതിലൊന്നും എനിക്ക് എന്നിട്ട് പക്ഷെ ഞാൻ ഇപ്പൊ വന്നപ്പോ സ്നാനപ്പെട്ടു. അപ്പൊ അതിനുശേഷം എനിക്കൊരു വിശ്വാസമുണ്ട്, ഇനി ആർക്കും എന്നെ ഒന്നും തൊടാൻ പറ്റത്തില്ല. എന്റെ ശരീരം ദൈവത്തിന്റെയാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാനൊന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ ഇടയ്ക്ക് കയറുമല്ലോ, ഒന്നുകൂടെ കയറി ചോദിച്ചോട്ടെ. ശ്രദ്ധിച്ചോ, നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചോണം. 8 വർഷമായിട്ട് സിസ്റ്റർ രോഗത്തിലുണ്ട്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പല ട്രീറ്റ്മെന്റ് ചെയ്തു, ഫിസിയോ ചെയ്തു, പലതും ചെയ്തു, ആയുർവേദം ചെയ്തു, ഒന്നും ചെയ്തു മാറിയില്ല. ഹൃദയത്തിന്റെ അകത്ത് ഒന്നും സംഭവിക്കത്തില്ല എന്ന് പലപ്പോഴും ചിന്ത വന്നു. പക്ഷെ അധികാരത്തോടെ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള തിരിച്ചറിവ് കിട്ടിയപ്പോൾ സത്യമാണ്, ഞാൻ കൈവച്ച് തന്നെ പ്രാർത്ഥിച്ചു. കണ്ടോ ഞാൻ അതൊന്ന് കേൾക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വചനം 8 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറാത്ത വിഷയമാണെന്ന് ഓർത്തോണം. കൈവച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കേണ്ടത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഈ കൈക്ക് എന്നാ പ്രത്യേകത? ഒന്നുമില്ല. നിങ്ങളുടെ കൈ എടുത്ത് അവിടെ വെച്ചപ്പോൾ എന്നാ പ്രത്യേകത? ഒന്നുമില്ല. പക്ഷേ വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിച്ചു. ശ്രദ്ധിച്ചോ, ദുഷ്ടം പറഞ്ഞു 8 വർഷമായിട്ട് ഇത് മാറത്തില്ല, ഇനി എന്നാ ട്രീറ്റ്മെന്റ്, പക്ഷെ കൈ വെക്കാൻ യേശു പറഞ്ഞു.
അധികാരം എനിക്കുണ്ട്, ഞാൻ പറഞ്ഞാൽ സംഭവിക്കുമെന്ന് ഉറപ്പോടെ നിങ്ങളത് പറയുമ്പോൾ, അപ്പോഴും സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, അത് പറഞ്ഞപ്പോഴും മനസ്സിൽ വന്നത് മാറത്തില്ല, പക്ഷെ കൈ വെക്കണം, ധൈര്യത്തോടെ വെക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ദിവസങ്ങളിൽ ശൂന്യമാട്ടിക്കുന്ന പേഴ്സെടുത്ത് ബ്രദറെ എൻ്റെ കാശൊന്നുമില്ല, കൈ വെച്ച് പറ, നിറയും. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, 8 വർഷമായിട്ട് ചികിത്സിച്ചിട്ടും മാറാത്തത് കൈ വെച്ചു, യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു? പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടായി. ആമേൻ. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, നമ്മൾ ഈ കേൾക്കുന്ന ഒന്നും ചെറിയ കാര്യങ്ങളല്ല, നിങ്ങളുടെ സ്ഥിതികളെ മാറ്റും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവസ്ഥകൾ മാറും, നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ അവസ്ഥകൾ മാറും. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞോണം, യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞോണം. നിങ്ങൾ കാണേണ്ടത് അങ്ങനെയൊക്കെ. ഒരു സാധാരണ മനുഷ്യൻ കാണുന്ന പോലെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ ലോൺ കൊണ്ട് നമ്മുടെ കടം നമ്മൾ അതാ നോക്കുന്നത്, അയ്യോ ബ്രദറെ ലോൺകാർ, ആ വഴി അടഞ്ഞത് സന്തോഷിക്കുക. ആ വഴി അടഞ്ഞത് കൊണ്ട് ദൈവം എനിക്ക് ദൂതനെ അയച്ച് എൻ്റെ നന്മ തരുമെന്ന് പറയണം. അയ്യോ ബ്രദറെ ആ വഴി അടഞ്ഞ് നീ അടുത്ത വഴി നോക്കിക്കൊണ്ടിരിക്കുക, അത് നോക്കിക്കൊണ്ടിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് പറ, കർത്താവേ ദൂതന്മാരുണ്ടല്ലോ, നന്മയുണ്ടല്ലോ. നിലത്ത് തലവണ വെച്ച് കടന്നുകൊണ്ടിരുന്ന യാക്കോബ് പറഞ്ഞു, നിനക്ക് ഈ സ്ഥലം തരുമെന്ന്. യാക്കോബ് ഞെട്ടിപ്പോയി, സ്ഥലം പോയിട്ടൊരു തലവണ പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെയാ? പക്ഷെ യാക്കോബ് ഒരു വാക്ക് പറഞ്ഞു, ദൈവം ഇവിടെ ഉണ്ട്, ദൈവം ഇവിടെ ഉണ്ട്. തന്നെ ബലപ്പെടുക. നിങ്ങളാണ് പറഞ്ഞാൽ ഒരു തലവണ മേലും മേടിക്കാൻ കാശില്ലാത്ത യാക്കോബ് പിന്നെ എങ്ങനെ സ്ഥലം മേടിക്കാം? അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ദൈവം എനിക്ക് തരും. ആമേൻ. കർത്താവ് ചെയ്ത അത്ഭുതകരമായ സാക്ഷ്യങ്ങൾക്ക് നന്ദി, കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദേവദാസ, ഞാൻ ആദ്യമായിട്ട് സൂം മീറ്റിംഗ് കൂടുന്നത്. എന്റെ പേര് ആലീസ് വർഗീസ് എന്നാണ്. ഞാൻ ആദ്യമായിട്ട് സൂം മീറ്റിംഗ് കൂടുന്നത്. 3-4 ദിവസമേ ആയുള്ളൂ ദേവദാസന്റെ മെസ്സേജ് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ തോന്നി, ഇത് നല്ലൊരു ദേവദാസനാണല്ലോ. അപ്പൊ എനിക്ക് സൂം മീറ്റിംഗ് കേടന്നു. ഇന്ന് ഞാൻ ദേവദാസന്റെ അടുത്ത് ഞാൻ ലിങ്കിന് ആവശ്യപ്പെട്ടു, ലിങ്ക് അയച്ചു തന്നു. അങ്ങനെ ഇന്ന് എനിക്ക് കയറാൻ പറ്റി. ഞാനിന്ന് എല്ലാം കേട്ടു. സമയമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതുകൂടാതെ എനിക്കൊരു ചില സ്ഥലം വിൽക്കാനുണ്ട്. അത് വിൽക്കാൻ കുറെ വർഷങ്ങളായി അത് വിൽക്കാൻ ശ്രമിക്കുന്നു. ഇതുവരെയും അതിന് കാര്യങ്ങൾ നടന്നില്ല. ഇനി അത് എത്രയും വേഗം ഒന്ന് നടക്കാനും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുതകരമായിട്ട് നടത്തും. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെയും ബലപ്പെട്ടോണം, പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ബലപ്പെട്ടോണം. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, സ്ഥിതികൾ മാറും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, വലിയൊരു വിശാലത ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവെ നഷ്ടപ്പെടാതെ എല്ലാ നന്മകളും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനകളിൽ പങ്കുചേരുക. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. കൂട്ടായ്മ ആചരിച്ചിട്ട് ജീവിതത്തിൽ വ്യത്യാസം വന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ. അങ്ങനെയെങ്കിൽ പുതിയതായിട്ട് വരുന്നതോടെ ഞാൻ പറയുന്നു, ഇവര് പറഞ്ഞതുപോലെ കൂട്ടായ്മ ആചരിക്കുക. കൂട്ടായ്മ ആചരിച്ചാൽ ദൈവം നിങ്ങൾക്ക് വിശാലത ഉണ്ടാവും, നിങ്ങളുടെ വിഷയങ്ങളെ ദൈവം മാറ്റും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ സാക്ഷികൾ പറഞ്ഞാട്ടെ. ഹലോ 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 ഞാന് മുംബൈയിൽ നിന്നാണ്, മഞ്ജു. എനിക്ക് 2000-ല് നമ്മുടെ മലേറിയ വന്നിട്ട് പിന്നെ അത് ടൈഫോയിഡിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടായിരുന്നു. കൺവേർട്ട് ആയ ശേഷം ഞാൻ എന്ത് തണുപ്പുള്ള സാധനം കഴിച്ചാൽ എനിക്ക് ഈ എല്ലാം തരം വേദനിക്കും. ഒരു തണുപ്പോ ഡ്രിങ്ക്സോ ഐസ്ക്രീമോ ഒന്നും തിന്നാനേ പറ്റില്ല. ഇതുവരെ തിന്നാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ 1 മാസമായിട്ട് സൂം അറ്റൻഡ് ചെയ്തിട്ട് ഈ വചനം ഞാൻ ഏറ്റു പറഞ്ഞ് ആ മെഡിസിൻ കഴിക്കാൻ തുടങ്ങി. വചനത്തിന്റെ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയ ശേഷം എനിക്ക് തല കൂടി കുളിക്കാൻ പറ്റില്ല. കുളിച്ചു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ പടിനി വേദന, എല്ലാം തരമായിട്ട് വേദന. ഇപ്പൊ ഞാൻ തലയിൽ വെള്ളം ഒഴിക്കാൻ തുടങ്ങി. കുറച്ച് ഇപ്പൊ തണുപ്പുള്ള സാധനം, ഫ്രിഡ്ജ് വെള്ളം കൂടി കുടിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അതൊക്കെ കുടിക്കാൻ തുടങ്ങി. ഇത്ര ദിവസമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. ഇതൊരു സാക്ഷിയാണ് എന്റെ. എത്ര വർഷമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? 2000-ലാണ് എനിക്ക് വന്നതായിരുന്നു. നിങ്ങൾ നോക്കിയ 2000 മുതൽ സിസ്റ്റർക്ക് തണുത്തത് ഭക്ഷിക്കുവാനോ തല ശരിക്കും നനയ്ക്കാനോ കഴിയത്തില്ല. വേദന ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. ഇന്ന് 2024. അപ്പൊ എത്ര വർഷം എടുത്തു? 2000 മുതൽ 2024 എത്ര വർഷം എടുത്തു? തണുപ്പ് പറ്റത്തില്ല സിസ്റ്റർക്ക്. തണുപ്പ് പറ്റില്ല. കണക്ക് കൂട്ടിക്കുക. 2000 മുതൽ 2024 എത്ര വർഷമുണ്ട്? 24 വർഷം.
ഓ, മനസ്സിലായോ? ഇത്രയും വർഷമായിട്ട് നടക്കാത്തത് വചനം പറയാൻ തുടങ്ങിയപ്പോൾ സിസ്റ്ററുടെ മേലെ സൗഖ്യമുണ്ടായി, കർത്താവ് തൊട്ടു, അത്ഭുതം നടത്തി. അങ്ങനെയെങ്കിൽ യേശുവിൽ വിശ്വാസത്തിൽ എത്ര പഴക്കം ചെന്ന വിഷയമായിക്കോട്ടെ, കർത്താവ് ഇന്ന് ആ വിഷയത്തിന് മേൽ അത്ഭുതം ചെയ്യും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാപ്പച്ചെന്ന് വിളിപ്പേരുള്ള അപ്പച്ചനുള്ള ഒരു കുടുംബം, പാപ്പച്ചെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു കുടുംബത്തെ കർത്താവ് പറയുന്നു, ആ കുടുംബത്തിൻ്റെ അകത്ത് പലതും വിറ്റ് പോയൊരു ഭവനമാണ്. ഒന്നും സേവ് ചെയ്യാൻ പറ്റാതെ പലതും വിറ്റ് പോയൊരു ഭവനം. പക്ഷെ പാപ്പച്ചെന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ കുടുംബത്തെ കർത്താവ് എന്ന് തൊടുന്നൊരു കാഴ്ച കർത്താവ് പറയുന്നു, നിങ്ങളുടെ എല്ലാ നഷ്ടങ്ങളെയും തമ്പുരാൻ അത്ഭുതമാക്കി മാറ്റും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം, പ്രാർത്ഥനയിൽ ബലപ്പെട്ടോണം. നഷ്ടങ്ങളെ അവൻ ലാഭമാക്കി മാറ്റും ദൈവമാ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യങ്ങൾക്കായി? ബ്രദറെ, നാളെ ഈ സമയത്ത് എനിക്കൊരു വലിയ സാക്ഷ്യം പറയണം. നാളെ ഹൈക്കോടതിയിൽ എന്റെ ജപ്തിയായ വീടിന്റെ കേസാണ് വെച്ചിരിക്കുന്നത്. നാളെ ഞാൻ അത്ഭുത സാക്ഷ്യം പറയും യേശുവിന്റെ നാമത്തിൽ. നമുക്ക് ഒരുമിച്ച് ഒന്ന് ബ്ലസ് ചെയ്യാൻ. കർത്താവെ, പ്രിയ മകൾ പറഞ്ഞതുപോലെ നാളെ അവിടെ ചെല്ലുമ്പോൾ കോടതിയിലും ജഡ്ജിയിലും വക്കീലിനേക്കാൾ വലിയവനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി, പ്രിയമകൾക്ക് വേണ്ടി അവിടെ ഇറങ്ങുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ദുഷ്ടന്റെ തീയമ്പുകളെ മുഴുവൻ കെടുത്തി കളയുന്നു. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി അനുകൂലമായൊരു വിധി പറയും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സാക്ഷിയുള്ള ആരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ഒരു സാക്ഷ്യം പോലും പറയാതെ പോകരുത്. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ, എനിക്കറിയാം ഞാൻ ധൃതി വെക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും നിങ്ങൾ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാൽ മതി സാക്ഷ്യം, പക്ഷെ പറയാതെ പോകരുത്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എനിക്കാണെങ്കിൽ പിന്നെ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റ് ഉണ്ടായത് 2018. അതിന്റെ ക്ലെയിമിന്റെ വിഷയമായിരുന്നു. അത് 4 മാസമായി എൻ്റെ വിധി വന്നെങ്കിലും എമൗണ്ട് നമുക്ക് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അതിന് അവര് ഇൻഷുറൻസ് കമ്പനിക്കെതിരായി അഡ്വക്കേറ്റ് കേസ് ഫയൽ ചെയ്തു. പക്ഷെ ഇന്നലെ ബ്രദർ രാത്രിയിൽ വചനം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ശൂന്യമായ അക്കൗണ്ടുകളെല്ലാം നിറയാൻ പോകുന്നെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ വെളുപ്പാങ്കാലത്തിരുന്ന് രാവിലെ 5 മണിക്ക് ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ ആ പാസ്ബുക്ക് എടുത്ത് പ്രാർത്ഥിച്ച് അതിനുശേഷം ഇന്ന് വൈകിട്ട് അഡ്വക്കേറ്റ് വിളിച്ച് പറഞ്ഞു അവിടുന്ന് അത് അക്കൗണ്ടിലോട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. നമ്മുടെ അക്കൗണ്ടിൽ ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ ഏജന്റ് ഇവരോട് സുവിശേഷം പറഞ്ഞതിലെയും ശ്രീജ, സുജനും ശ്രീലേഖയൊക്കെ ഞാൻ പറഞ്ഞ് ഇതിനകത്ത് കൊണ്ടുവന്നതാണ്. അവർക്കും അതുപോലുള്ള സാക്ഷ്യങ്ങൾ കിട്ടുമെന്ന് ഞാൻ അവരെ വിശ്വസിക്കുന്നു. അവരെ ഇതിനകത്ത് ഇനി അനേകരെ എനിക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും എൻ്റെ സാക്ഷ്യമകനെ അനേകർ കർത്താവിനെ അറിയുവാനും സുവിശേഷം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ആമേൻ. സിസ്റ്റർ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലത്തെ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് പ്രവചന ആലോചന എന്നത് ശൂന്യമായ പടക്കുകളെ ദൈവം നിറയ്ക്കാൻ പോകുന്നു. 4-5 മാസമായിട്ട് കേസ് നടക്കുവാണ്, നന്മ തടഞ്ഞു കിടക്കുവാണ്. പക്ഷെ ഇന്ന് ആ ആലോചന കേട്ട് പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥിച്ചു. ഇന്ന് പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു നന്മ അക്കൗണ്ടിലോട്ട് അയച്ചിട്ടുണ്ട്, വന്നിട്ടില്ല, പക്ഷെ അത് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, കേൾക്കുന്ന ആലോചന ആരാണോ ചാടി പിടിക്കുന്നത്, സിസ്റ്റർ ആ വാക്കെടുത്ത് പറഞ്ഞിരുന്നു, ശൂന്യമായി കിടക്കുന്ന അക്കൗണ്ടാണ് അത്, നമ്മുടെ അക്കൗണ്ടാണ്. ശൂന്യമായ അക്കൗണ്ടുകൾ നിറയാൻ പോവാന്ന് പറഞ്ഞാൽ അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ബ്രദർ ചുമ്മാ ഇരുന്ന് പറയും. അല്ല, ആ ദൂത് ആലോചന ആ പ്രവചനം ഏറ്റെടുക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ മേലെ അത് ഉറപ്പിക്കുക. ബ്രദർ, എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോഴാണ് ഹെഡ് ഇഞ്ചുറി ആയി. വലിയ ആക്സിഡന്റിനെ തുടർന്ന് മാത്രമാണ് രക്ഷിച്ചത്. അപ്പൊ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എവിടെ തകർന്നോ അവിടെ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഉയർത്തി മാനിക്കുമെന്ന്. അങ്ങനെ ആ തകർന്ന ആ ബിസിനസ് നടത്തിക്കുന്നുണ്ടടുത്ത് തന്നെ എനിക്ക് ഇനിയും അതുപോലെ സാക്ഷിയായി നിൽക്കുവാൻ വേണ്ടി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ കർത്താവിനെ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും സിസ്റ്റർ, അവിടെ തന്നെ ദൈവം മാനിക്കും. ഈ ദിവസങ്ങൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ ദിവസം വലിയൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി തന്നെ
വിശ്വാസത്തിൽ നിൽക്കുന്ന അതിന്റെ ഫൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇനി എൻ്റെ മോനാണെങ്കിൽ ഒരു കൈക്കൊരു ആക്സിഡന്റ് ആയിട്ട് അവന് ഇന്ന് പ്ലാസ്റ്റർ എടുത്തായിരുന്നെങ്കിലും അതിന് വളവുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ പ്രാർത്ഥനയ്ക്ക് മോനും വാ, യേശുപ്പച്ചി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. അവനും എനിക്ക് ഹസ്ബൻഡും ഉണ്ട്. എൻ്റെ സഹോദരങ്ങളും ദേശത്തുള്ളവരും ഈ കർത്താവിനെ അറിയണം. അതിനുവേണ്ടി എന്നെ വലിയ സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഒരു തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് നമ്മുടെ സാക്ഷ്യങ്ങളോട് അനേകർ യേശുവിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത്. വൻ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതിന് മുകളിൽ നമ്മൾ എത്ര വചനങ്ങൾ എടുത്തു. നാളെ ഞാൻ ചോദിക്കുമ്പം മറന്നു പോകുന്നവർക്ക് ഒരിക്കലും സൂപ്പർ നാച്ചുറൽ കാണാൻ പറ്റത്തില്ല. ഓർത്തോണം, ഈ വചനം യൂട്യൂബിൽ വരുന്നുണ്ട്. ഇതെല്ലാം കിടപ്പുണ്ട്. വീണ്ടും 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 കേട്ട് ബലപ്പെടണം. ഇന്ന് സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, ശൂന്യമായത് നിറയ്ക്കാൻ പോവുക എന്നുള്ള ആലോചനയെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അപ്പം 4-5 മാസമായിട്ട് ബ്ലോക്കായി കിടക്കുക. സിസ്റ്റർ വലിയൊരു പ്രാർത്ഥനാ വിഷയമായിട്ട് അത് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെയാണ് ആ വിഷയത്തെ കർത്താവ് തൊട്ട് ആ എല്ലാ തടസ്സത്തെയും പൊട്ടിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ആലോചനകളെ ചാടി പിടിച്ചോണം. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. ആമേൻ. സാക്ഷിയുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. ഒരു സെക്കൻഡ്. എന്റെ പേര് ആലീസ് എന്നാണ്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവോ? ഓക്കെ, ഇപ്പൊ എന്നോട് പറഞ്ഞായിരുന്നു ആ സ്ഥല വിഷയത്തിന്റെ. അത് തന്നെ നമ്മളത് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പം നമ്മളിതിന് കുറച്ചു മുമ്പ് അത് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ വാട്സാപ്പിലും അത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അയച്ചിട്ടുണ്ടത്. കർത്താവിൻ്റെ കൃപയാൽ ധൈര്യത്തോടെ ഇരിക്കുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും കർത്താവിൻ്റെ വചനത്തിലും ബലപ്പെടുക. ഞാനത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുറച്ചു മുമ്പേ പ്രാർത്ഥിച്ചായിരുന്നു. അതുകൊണ്ട് ധൈര്യപ്പെടുക. പ്രാർത്ഥിച്ചായിരുന്നു. കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞില്ലായിരുന്നു സ്ഥലം വിൽക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? 10 വർഷത്തിൽ കൂടുതൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അത് ചെയ്യും കേട്ടോ. വന്ന് കാണും, വില ചോദിക്കും, മടങ്ങി പോകും. അങ്ങനെ ദൈവാത്മാവിനോട് പറയുന്ന ഒരു ജേക്കബ് എന്ന് പറയുന്ന ഒരാളെ കർത്താവ് സ്പർശിച്ചിട്ട് ദൈവം അതിന്റെ മേലേക്ക് വലിയൊരു വഴിത്തിരിവിനെ ചെയ്യാൻ പോവാ കേട്ടോ. ജേക്കബ് എന്ന് പറയുന്ന ഒരാളെ ദൈവം സ്പർശിക്കാൻ പോവാ. ആ പേര് എഴുതി വെച്ചോണം, ജേക്കബ് കേട്ടോ. അതൊന്നിച്ചു പോകാൻ പ്രാർത്ഥിക്കണേ പാസ്റ്ററെ. എനിക്ക് ഹസ്ബൻഡ് ഇല്ല, 2 വർഷമായി മരിച്ചിട്ട്. എനിക്ക് എന്റെ മക്കൾ ഞാൻ പറയുന്ന കേട്ടെ. ജേക്കബ് എന്ന് പറയുന്ന പേര് എഴുതി വെച്ചോണം. ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അയക്കും. ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വഴി ദൈവം ആ വ്യക്തിയിലൂടെ തുറക്കും. എഴുതി വെച്ചോണം കേട്ടോ. കർത്താവ് ചെയ്യും. പ്രാർത്ഥനയോടെ ഇരുന്നോണം. ബ്രദറെ, ഞാൻ ആദ്യമായിട്ട് സൂം മീറ്റിംഗ് ആണ്. എന്റെ മോൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല, അബോർട്ടായി പോവാ 2 മാസം. അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാമോ? ശീതൾ എന്ന പേര്. ശീതൾ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വാട്സാപ്പിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കണം. ഞാൻ ഒരു വചനം അയച്ചു തരാം. ആ വചനം എല്ലാ ദിവസവും ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. തലമുറകളെ ദൈവം തരും കേട്ടോ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തെ, നന്മ വരുന്നുണ്ട് പക്ഷെ തലമുറകളെ നഷ്ടപ്പെടുത്തുന്ന അനുഭവത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആ വചനം ഭക്ഷിക്കുമ്പോൾ, ആ വചനം പറയുമ്പോൾ, ഏറ്റുപറയുമ്പോൾ തലമുറകൾ ഉണ്ടായി വരട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, കുടുംബത്തിൻ്റെ അകത്ത് നാളുകളായി തങ്ങി നിൽക്കുന്ന എല്ലാവിധമാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കുടുംബത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കുഞ്ഞുങ്ങൾ സിസ്റ്ററെ കേട്ടെ, വിജി എന്ന് പറഞ്ഞ സിസ്റ്റർ ഞാൻ കാണുന്നത്. ഞാൻ കാണുന്ന മീൻസ് പേര് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് കർത്താവ് എന്നെ കാണിച്ചൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് കുറേ നാളുകളായിട്ട്, അതായത് ഒരു 7 വർഷമായിട്ട് നമ്മുടെ മൊത്തത്തിലൊരു ഇരുണ്ട് നിറഞ്ഞൊരു അന്തരീക്ഷമാണ് കുടുംബത്തിൻ്റെ അകത്ത്. ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. എത്ര ശ്രമം. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞൊരു മുറിയാണ് ഞാൻ കാണുന്നത്. ആ മുറിക്കകത്ത് ഒരു സ്റ്റീലിൻ്റെ അലമാരി ഇരിക്കുന്ന ഒരു മുറിയാണ് ഞാൻ കാണുന്നത്. സ്റ്റീലിൻ്റെ ഒരു അലമാരിയുള്ള ഒരു മുറി ഞാൻ കാണുക. കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സ്റ്റീലിൻ്റെ അലമാരിയുള്ള ഒരു മുറി ഞാൻ കാണുന്നത്. ആ മുറിക്കകത്തോട്ട് പലപ്പോഴും കയറുന്ന സമയത്ത് നമ്മുടെ തലയ്ക്കകത്ത് ചില സമയത്ത് ഒരു പെരുപ്പ് പോലെ, ഒന്ന് ശ്രദ്ധിച്ചോണം. ചില സമയങ്ങളിൽ നമുക്ക് വല്ലാത്തൊരു ക്ഷീണം വരുന്നൊരവസ്ഥ. ആ മുറിക്കകത്തോട്ട് കയറുമ്പോൾ ഒരു ക്ഷീണം പോലെ വല്ലാത്തൊരു തളർച്ച ഉണ്ടാകുന്ന ഒരു അനുഭവം, വീടിൻ്റെ അകത്ത് പലപ്പോഴും ശാരീരികമായിട്ടൊരു തളർച്ച ഉണ്ടാവുക. എന്നാന്ന് അറിയത്തില്ല. ഭയങ്കര ക്ഷീണം. സാധാരണ ക്ഷീണമല്ല,
കിടത്തിക്കളയുന്ന രീതിയിലുണ്ടാകുന്ന ചില ക്ഷീണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ 7 വർഷമായിട്ട് ആ കുടുംബത്തിൻ്റെ അകത്ത് കുരുക്കിയിട്ടിരിക്കുന്ന എല്ലാ കുരുക്കുകളും പൊട്ടി മാറട്ടെ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമുണ്ടാകട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. അതെന്റെ ആങ്ങളെ, മൂത്ത ആങ്ങളെ എന്റെ അടുത്തുണ്ട് താമസിക്കുന്നുണ്ട്. ഞാൻ അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നത്. ഒന്നും മിണ്ടണ്ട. ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്? അതെ, ഇന്ന് ആദ്യമായിട്ടൊക്കെ. ഒന്നും മിണ്ടണ്ട. എനിക്ക് ബേബി അറിയാമല്ലോ, സാധ്യതയുണ്ടോ? ഇല്ല. പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. കർത്താവ് പറയുന്നത് ബേബിയെ ദൈവം തൊടുക. എന്നെ കുളിര് കോരുന്നു. പ്രാർത്ഥിച്ചു. എല്ലാരും പ്രാർത്ഥിച്ചു. വലിയൊരു നാമത്തിൽ ഒന്നും മിണ്ടണ്ട. കർത്താവ് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുക. കർത്താവിന്റെ വലിയൊരു സ്പർശനം ഉണ്ടാവുക. നമ്മുടെ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്നു, ആ ചോദ്യത്തിന്റെ മറുപടിയെ ദൈവം കാണിക്കാൻ പോവുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് ഇന്ന് ആ വിഷയത്തെ സ്പർശിക്കാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് അങ്ങ് തൊടും. എന്നെ കാണുന്നത് ആ കുടുംബത്തിന്റെ മേലേക്ക്, ബേബിയുടെ കുടുംബത്തിന്റെ മേലേക്ക് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ഇറങ്ങിയിട്ട്, യേശുവിന്റെ നാമത്തിൽ ദൈവനോട് പറയുന്നു, ആ വസ്തുവിന്റെ മേലേക്ക് ഒരു പ്രവൃത്തി വെളിപ്പെടുക. രോഗിയാക്കി ഇടാൻ നോക്കുന്ന, 2 കുടുംബത്തിൽ രോഗിയാക്കി ഇടാൻ നോക്കുന്ന ചില ശക്തികളെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. കർത്താവ് അങ്ങ് തൊടുന്നതിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിച്ചോണം. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ഞാൻ കൂടെ പറഞ്ഞില്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോണം. നമ്മൾ ഈ കർത്താവ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരും, ഞാനിപ്പോൾ ഒരു സൂമിൽ ഇരുന്നുകൊണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥന കേൾക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ്, ആൻറ്റി കേൾക്കുന്നുണ്ടോ എന്നെ? ആൻറ്റി പോയോ? ഇപ്പൊ പറഞ്ഞ ആൻറ്റി എന്തിയോ പോയോ? ആദ്യമായിട്ട് കയറി എന്ന് പറഞ്ഞ ആൻറ്റി കട്ടായിപ്പോയോ? സൗണ്ട് കട്ടായിപ്പോ എനിക്ക് ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. അത് ഏറ്റവും വലിയ തെളിവാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ഞാൻ ആ വചനം എനിക്ക് വാട്സാപ്പിലേക്ക് അയച്ചുതരാം. ഞാൻ ആ വചനം അയച്ചുതരാം. മകളോട് പറയണം, ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഇനി അങ്ങനെ പോകത്തില്ല കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ട്? പ്രാർത്ഥന വിഷയമല്ല, സാക്ഷ്യം പറയാനുണ്ട്. എനിക്കറിയാം സമയപരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. സാക്ഷ്യം പറയുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരുമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിശ്വാസം ഏറ്റു. എന്തോ ഹലോ ബ്രദറെ. ഹലോ ബ്രദർ പറഞ്ഞില്ലായിരുന്നു ഒരു വീട് വിറ്റിട്ട് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ഉടനെ വീട് കിട്ടുമെന്ന്? അതെ. ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്. അത് എന്റെ കാര്യമാണ്. ഞാൻ ബ്രദറിനോട് പറഞ്ഞില്ലായിരുന്നു, ബ്രദറിന്റെ അടുത്ത് താമസിക്കുന്ന ആളാന്ന് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ പറഞ്ഞ അടയാളം കേട്ടായിരുന്നു ആന്റി. ഞാൻ പറഞ്ഞ അടയാളം ബ്രദറിനോട് ഞാൻ വിവരം പറഞ്ഞായിരുന്നു, വീട് വിറ്റിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന. ഇപ്പം പറഞ്ഞില്ല, പുറകിൽ ഒരു കെട്ടുപോലെയുണ്ട്, അത് വാടകയ്ക്ക് താമസിക്കുന്ന, വീട് വിറ്റിട്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? യാക്കോബിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചത് ആന്റി, ഈ വീടിന്റെ പുറകില് ഞാൻ പറഞ്ഞ അടയാളമുള്ള വീടാണ് ഇപ്പൊ താമസിക്കുന്നത്. അടയാളമുണ്ട്. അങ്ങനെ ഒരു സ്ക്വയർ ഉണ്ട് വീടിന്റെ പുറകില്. ഉണ്ട്. ഞാൻ പറഞ്ഞ അടയാളമുണ്ട്. ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചത്. ഈ ഒരു അടയാളം എന്നോട് പറഞ്ഞിട്ട്, ഇല്ല, ഞാൻ വീട് വിറ്റിട്ട് വാടകയ്ക്ക് താമസിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു അടയാളം, അതായത് വീടിന്റെ പുറകിൽ ഇങ്ങനെ ഒരു അടയാളം ഉള്ളതായിട്ട് അറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അതാ ചോദിച്ചത്. ഇല്ല പറഞ്ഞില്ല. ബ്രദർ പറഞ്ഞപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നത്, അടയാളം ഉണ്ട് അങ്ങനെ. ഞാൻ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അതിന്റെ പുറകിൽ സ്ഥലമുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഞാനത് ചോദിക്കാൻ കാരണം വെച്ചാല്, ഇപ്പം ആന്റി പറയുന്ന സമയത്ത് ആൾക്കാർ ഓർക്കും ബ്രദറിനോട് അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ. ഇല്ല, ബ്രദറിനോട് വീട് വിറ്റ കാര്യം പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ വീട് വിറ്റ കാര്യങ്ങൾ പറഞ്ഞു. എന്നെ ആന്റി നേരി കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതിരമ്പഴ ബ്രദറിന്റെ വീടിന്റെ അടുത്ത വീട് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. തെരേസ. അപ്പൊ എന്നെ നേരി കണ്ടിട്ടില്ല, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ അടയാളം ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ്, ഞാൻ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറ്റില്ല നിങ്ങളോട് ഞാൻ എടുത്തെടുത്ത് ഈ അടയാളം ചോദിക്കാൻ. അടയാളം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. ഇപ്പം ബ്രദർ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഉണ്ടല്ലോ, അതിന്റെ പുറകിൽ സ്ഥലമുണ്ട്. അന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു. കർത്താവ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട പുതിയ ഭവനം, അത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധ ആത്മാവിനാൽ പുതിയൊരു ഭവനം ലഭിക്കാൻ പോവാണ്. പ്രാർത്ഥിച്ചോണം, ദൈവം അത് ഒരുക്കാൻ പോവാണ്. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോ കേട്ടോ. ആമേൻ.
ആമേൻ 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 ഹല്ലേലൂയ. ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏറ്റെടുത്തോണേ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാക്ഷ്യങ്ങളൊന്നും പറയാതിരിക്കട്ടെ. നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ബലമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് സാക്ഷ്യം കേൾക്കുമ്പോൾ? പറഞ്ഞു യാത്ര പോകുന്ന ഒരു തടസ്സമില്ല, പ്രശ്നങ്ങളുമില്ല. അതുപോലെ തിരിച്ചാണ്ട് എത്താനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരിച്ചെത്തും ബ്രദറെ, ധൈര്യമായിട്ട്. ഈ കർത്താവ് നാടത്ത് എപ്പോഴും പറഞ്ഞോണം, യേശു എൻ്റെ കൂടെയുണ്ട്, ദൂതന്മാർ എൻ്റെ കൂടെയുണ്ട്, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്ന് പറഞ്ഞ പൊക്കോണം. തിരിച്ചു സുഖമായിട്ട് തന്നെ വരും കേട്ടോ. ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും പറയുന്നതാണ്, നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നതോട് ഞാൻ പറയുന്നു, കഴിവതും നിങ്ങൾ സൂമിൽ തന്നെ പങ്കുചേരുക. കാരണം ദൈവിക ആലോചനകൾ വരുമ്പോൾ നിങ്ങൾ അതുകൊണ്ട് പ്രതികരിക്കണം. ഞാനിപ്പം ഞാനതുപോലെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പം അടുത്തൊരു കാര്യം വെളിപ്പെടുത്തുവാൻ, അടുത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യുവാൻ നിങ്ങളത് പ്രതികരണം ആവശ്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ബ്രദർ അത് പിന്നെയാളും കേൾക്കാമല്ലോ. പക്ഷെ അത് ആ സമയത്ത് ആലോചന നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, ഇനിയും കൂടുതൽ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അത് സ്വീകരിക്കുവാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകുമെന്ന വചനം പറഞ്ഞു. അതുകൊണ്ട് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇപ്പോൾ തന്നെ കർത്താവ് തുറക്കുകയാണ്. എല്ലാവരും മൈക്ക് മ്യൂട്ട്